എനിക്ക് വലിയ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അതുവരെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഐ എം എ ബോയ്. അതുകൊണ്ട് ഞാൻ അമ്മ എടുത്ത് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് പീരിയഡ്സ് ആയെന്ന് പറഞ്ഞു. അമ്മ നീ ഒരു പെണ്ണാണ്. എങ്കൂടെ ചോര വരുന്നു, ഞാൻ ചത്തു. കുഞ്ഞിക്കല്യാണം എന്ന് പറയുന്നത് മുട്ട പൊട്ടിച്ച്, പച്ചമുട്ടയില് മുകളിലത്തെ തോട് മാത്രം ഇത്തിരി പൊട്ടിച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ വായിക്കകത്തോട്ട് ഒഴിച്ചു തരും. എന്താ പറയാ, ആണിയൊക്കെ തന്ന്, കത്തിയൊക്കെ തന്ന്, മുടിയുടെ ഇടയിൽ അങ്ങനെ വെർജിനിറ്റി നഷ്ടപ്പെടും, ഹൈമൺ ബ്രേക്ക് ആവും. ഹൈമൺ ഇസ് നോട്ട് എ ബിഗ് ഡീൽ ഫസ്റ്റ്. ഇതിപ്പോ നമ്മൾ ആക്ച്വലി കൊല്ലങ്കാരം മോശമായിട്ട് പറഞ്ഞല്ല, ആലപ്പുഴ ഗേൾസിന് ആഫ്റ്റർ 25. ബോയ്സിനാണെങ്കിൽ ഒരു 27 കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഹായ് ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഗേളി ടോക്ക് വീഡിയോ ആണ്. ഗേൾസ് മാത്രം കാണാൻ പറ്റുന്ന അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും കാണാം. പക്ഷെ കുറച്ച് ഗേളി ടോക്സ് അല്ലെങ്കിൽ ഗേൾസിനെ കുറിച്ചുള്ള കുറച്ച് നഗ്നമായ സത്യങ്ങളാണ് നമ്മൾ ഇന്നോട് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോ ഗേളി ടോക്സ് കേൾക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണാം, ഇവിടെ നിന്നിട്ട് ഫുൾ ആയിട്ട് കാണാം. അല്ലെ, നമ്മള് കുറച്ച് ഓപ്പൺ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓരോരോ പോയിന്റ്സ് ആയിട്ട്. അതിനെ കുറിച്ച് നമ്മൾ പറയാൻ പോവാണ്, അല്ലെ മാളു? ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഗേളിന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പീരീഡ്സ് ആണ്. അപ്പൊ എന്റെയും മാളുന്റെയും ഫസ്റ്റ് പീരീഡ്സിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് ഞാൻ പറഞ്ഞത് മാളു പറയണം. നീ തുടങ്ങിക്കോ. തുടങ്ങാം. ഓക്കെ, എനിക്ക് വലിയ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഇവിടെ ഓൾറെഡി ചേച്ചിയുള്ള കാരണം കൊണ്ട് ചേച്ചിക്ക് ഫസ്റ്റ് പീരീഡ്സ് ആയ സമയത്ത് ഭയങ്കര ഇതായിരുന്നു. അതായത് ചേച്ചി 7th എന്തോ പഠിക്കുന്ന സമയത്ത് അവൾക്ക് ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് അതിനെ കുറിച്ച് വലിയ അവെയർ ആയിരുന്നില്ല. പണ്ടത്തെ ആൾക്കാര്, ഇപ്പൊ എന്റെ അമ്മ തന്നെ ആയിക്കോട്ടെ, പീരീഡ്സിനെ കുറിച്ചിട്ട് അങ്ങനെ പീരീഡ്സ് ഇന്നതാണ് മോളെ, അല്ലെങ്കിൽ ഇന്നതൊക്കെയാണ് ഉണ്ടാവുക, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത്, എന്തായാലും അതിനുശേഷം ഇന്നതായിരുന്നു നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യുക, അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. സോ അങ്ങനെ ഫസ്റ്റ് ടൈം ചേച്ചിക്ക് പീരീഡ്സ് ആയ സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അവള് 7th ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല നെർവസ് ആയിരുന്നു. കുറച്ച് ദിവസം സ്കൂളിലൊന്നും പോയിട്ടില്ല, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നേരെ തിരിച്ച് എനിക്ക് 10th ലാസ്റ്റ് എക്സാമിന്റെ ടൈമിലാണ് എനിക്ക് പീരീഡ്സ് ആവുന്നത്. സോ അതുവരെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഐ എം എ ബോയ്. അതുകൊണ്ട് എനിക്ക് പീരീഡ്സ് ആവുന്നില്ല. സീരിയസ്ലി എനിക്ക് പീരീഡ്സ് ആവൂല, ആൺപിള്ളേരുടെ സ്വഭാവമാണല്ലോ കുറെയൊക്കെ. ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഓക്കെ, ഞാനൊരു ബോയ് ആണ്, സോ എനിക്ക് പീരീഡ്സും കാണുന്നില്ല. അപ്പൊ എനിക്കറിയാം പീരീഡ്സിനെ കുറിച്ച് എനിക്കറിയാം, ഐ നോ അബൌട്ട് ഇറ്റ്, ബട്ട് സ്റ്റിൽ ഞാനൊരു ബോയ് ആണെന്നുള്ളൊരു കൺസിഡറേഷൻ ആയിരുന്നു. പിന്നെ ഓൾ ഓഫ് ദി സഡൻ ഞാൻ സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പീരീഡ്സ് ആയത്, അത് ലാസ്റ്റ് പീരീഡില് പീരീഡ്സ് ആയി. എന്നിട്ട് അതും വെച്ചോട് ഞാൻ നടന്ന് അവിടെ നിന്ന് ഇവിടെ വരെ വന്ന് വീട്ടിൽ വരെ നടന്ന്. എന്നിട്ട് ഞാൻ അമ്മ എടുത്ത് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് പീരീഡ്സ് ആയെന്ന് പറഞ്ഞു. അമ്മ നീ ഒരു പെണ്ണാണ്, ഒരു പെൺപിള്ളേരുടെ പോലെ കുറച്ചൊന്ന് ബിഹേവ് ചെയ്തെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു 15 വയസ്സൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നേരത്തെ പീരീഡ്സ് ആവണമെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് 10 വയസ്സുള്ളപ്പോഴായിരുന്നു. 10 വയസ്സുള്ളപ്പോഴായോ? 10 വയസ്സുള്ള 5th സ്റ്റാൻഡേർഡിൽ 5th നിനക്ക്? ഞാനന്ന് വെറുഞ്ഞൊള്ളിയാ, എല്ലും തോലും. ഭയങ്കരമായിട്ട്. നിന്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഫസ്റ്റ് ഞാൻ എന്റെ വീട്ടിലത്തെ താഴെയുള്ള കൊച്ചാണ്. ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ 2 പെൺമക്കളാണ്. ഞാൻ എന്റെ വീട്ടിലത്തെ താഴെയുള്ള കൊച്ചാണ്, ഞാൻ മൂത്ത കൊച്ചാണ്. അതിന്റേതായ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാ, രാവിലെ ഇതുപോലെ എന്താ പറയാ, സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങി. അന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് സ്പെഷ്യൽ ഡ്രസ്, സ്പെഷ്യൽ യൂണിഫോം. അപ്പൊ അതൊക്കെ ഇട്ട് ഒരുങ്ങി. എനിക്ക് ഭയങ്കര വയറുവേദന, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്നിട്ട് വയറുവേദന എടുക്കണു സ്കൂളിൽ പോകാതിരിക്കാനുള്ള കാരണമാണ് അമ്മ വിചാരിച്ചത്. അതുകൊണ്ട് കുറെ കിടന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ കാരണങ്ങളൊന്നും ഉണ്ടാക്കി മുടങ്ങിയിരിക്കാത്ത കാരണം അമ്മ പോയിട്ട് സോഡ, നാരങ്ങ കുടിക്കാൻ പറഞ്ഞിട്ട് ഉപ്പ് സോഡ നാരങ്ങ കുടിക്കാനായിട്ട് പൈസ തന്നിട്ട് എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ പോയി നാരങ്ങ കുടിക്കാൻ നിന്നപ്പം അവിടുത്തെ ആന്റി പറഞ്ഞു എന്നോട്, നിനക്ക് ഇതിന്റെ ഒന്നും ആയിരിക്കില്ല, വീട്ടിൽ ചെന്നിട്ട് ഒന്ന് പോയി ബാത്റൂമിൽ ഒന്ന് പോയി നോക്കുന്നു പറഞ്ഞു എന്നോട് അവിടുത്തെ ആന്റി. ഞാൻ എന്നിട്ട് അത് കേട്ടതും വേഗം ഉപ്പ് സോഡ ഒക്കെ കുടിച്ചിട്ട് വേഗം ബാത്റൂമിൽ പോയി നോക്കിയപ്പം ബ്ലഡ്. ഞാൻ വിചാരിച്ചു അയ്യോ ഞാനിപ്പൊ എനിക്ക് ബ്ലഡ് ക്യാൻസർ ആണ്. അല്ല, അന്ന് ക്യാൻസറിനെ കുറിച്ചൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു അയ്യോ ചോര, ഞാനിപ്പൊ ചത്തു. ഞാൻ കരഞ്ഞിട്ട് അമ്മേനെ അടുത്ത് പോയിട്ട്, അമ്മ എങ്കൂടെ ഒന്ന് ചോര വരുന്നു, ഞാൻ ചത്തു ഭയങ്കര കരച്ചില്. അപ്പൊ ഞാൻ എന്റെ അമ്മാമ്മയുടെ വീട്ടിലാ. ഇതറിഞ്ഞ വഴിക്ക് അമ്മ വേഗം എന്റെ ബാത്റൂമിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ
ഫസ്റ്റ് പീരീഡ് ആണ്. എത്ര 10.5 വയസ്സിൽ 5ാം ക്ലാസ് പകുതിയൊക്കെ ആയിട്ട്. അപ്പൊ അത് കുറച്ച് ഏർലി അല്ലേ? പക്ഷെ അത് നല്ല അന്ന് അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എല്ലും തോലെ എന്നെ അസ്ഥിക്കൂടം എന്നായിരുന്നു എല്ലാരും വിളിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും അതിശയായി. ഹൈറ്റ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ വണ്ണൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അതിശയായിരുന്നു. എന്നിട്ട് അപ്പൊ തന്നെ അച്ഛനോടും എല്ലാരോടും പറഞ്ഞു. എന്റെ അച്ഛൻ ഗൾഫിൽ പോവാനായിട്ട് ജസ്റ്റ് ഒരു 1 മന്ത് ഉണ്ടായിരുന്നുള്ളൂ. ഗൾഫിൽ പോകാൻ പ്ലാൻ ചെയ്ത് നിൽക്കണം. അപ്പം ടിക്കറ്റും വിസയും എല്ലാം സെറ്റായി. അപ്പൊ എല്ലാരും പറഞ്ഞു ഫസ്റ്റത്തെ മോളും കൂടിയല്ലേ, അപ്പം ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കാം, കുഞ്ഞിക്കല്യാണം എന്ന് പറയും. ഞങ്ങളുടെ നാട്ടില് കുഞ്ഞിക്കല്യാണം എന്ന് പറയും. അപ്പൊ എന്നിട്ട് അന്ന് മുതൽ എന്നെ ഒരു റൂമിനകത്ത് കൂട്ടിയിട്ടേക്കുമായിരുന്നു. അതെ, മുട്ട പൊട്ടിച്ച്, പച്ച മുട്ടയില് മോളത്തെ തോട് മാത്രം ഇത്തിരി പൊട്ടിച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ വായിക്കകത്തോട്ട് ഒഴിച്ചിരും. അത് ഇന്ന് രാവിലെ കുടിക്കണം. പിന്നെ മഞ്ഞൾ തേച്ച് കുളിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കുറെ മധുര, എനിക്കാണെങ്കിൽ ലഡു ജിലേബിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എല്ലാരും ലഡു ജിലേബിയും പപ്സും കട്ട്ലേറ്റും എല്ലാ സാധനങ്ങളും കൊണ്ടുവരും. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ എന്റെ സ്കൂളിൽ വരാത്ത ഫ്രണ്ട്സ് ഒക്കെ ബോയ്സ് കേട്ടാ, എന്റെ മേമയുടെ മക്കളെ 3 ബോയ്സ് ഉണ്ടായിരുന്നു. അവന്മാരാണ് എന്റെ മെയിൻ കമ്പനി. എനിക്ക് ഗേൾസ് അങ്ങനെ കുറവായിരുന്നു. അപ്പൊ ഇവന്മാര് എന്നിട്ട് എന്റെ സ്കൂളിൽ വരാത്ത ആൾക്ക് പനിയാ. ഓക്കെ, പനി, സ്കൂളിൽ പോകത്ത്, അതെ പനിയാ. അപ്പൊ എന്നിട്ട് പിന്നെ 7ാമത്തെ ദിവസം ഗ്രാൻഡ് ആയിട്ട് ബിരിയാണി. ഓ മൈ ഗോഡ്, കൂടെ പീരീഡ്സ് ആയുള്ള 7 ദിവസം വീടിന്റെ പുറത്തേക്ക് ഇറക്കാതെ എന്താ പറയാ, ആണിയൊക്കെ തന്ന്, കത്തിയൊക്കെ മുടിയുടെ ഇടയിൽ അങ്ങനെ വെച്ചിട്ട് ബാത്റൂമിലൊക്കെ പോകുമ്പോ അങ്ങനെ വേണം, ആരെയും നോക്കാൻ പാടില്ല, തലയിൽ കൂടെ തോർത്തുകൊണ്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട്. പായല് കിടത്തും, നിലത്ത് വിരിച്ച് പായ വിരിച്ചിട്ട്. ഞാൻ പായല് കിടക്കില്ല, അലർജി ആയതുകൊണ്ട് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതെ അതെ. സെവൻത് ഡേ എന്നിട്ട് ഗ്രാൻഡ് ആയിട്ട് ബിരിയാണി ഒക്കെ കൊടുത്ത്. അപ്പം ഇവൾക്ക് പനി വന്നേനാണോ ഈ ബിരിയാണി ഒക്കെ? എന്റെ ഫ്രണ്ട്സ് ചോദിക്കാണ്, ബോയ്സ് ആയിട്ട് പനി വന്നിട്ട് അത് അവളുടെ കുഞ്ഞിക്കല്യാണം നടത്തിയ ആരായിട്ട് എന്നൊക്കെ ചോദിച്ച ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്ക്. അതായിരുന്നു എന്റെ ഫസ്റ്റ് പീരിയഡ് എക്സ്പീരിയൻസ്. പക്ഷെ ഞങ്ങളുടെ വീട്ടില് 2 ഗേൾസിന്റെയും അങ്ങനെ വലിയ ഗ്രാൻഡ് ആയിട്ടൊന്നുമില്ല. വിളിച്ച് പറഞ്ഞില്ലേ, അനിയത്തിയുടെ അവള് 7th-ലോ 8th-ലൊക്കെ പഠിക്കുമ്പോഴായിരുന്നു തോന്നുന്നു. അപ്പൊ ആരും ജസ്റ്റ് എല്ലാരും വിളിച്ചറിയിച്ചു. ഒരാഴ്ച ഇങ്ങോട്ട് വിട്ടില്ല, അവിടെ ഇരുത്തി. പക്ഷെ നടത്തിയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ചടങ്ങ് പോലെ. ഫസ്റ്റ് ബേബി ഈസ് ഓൾവേസ് സ്പെഷ്യൽ. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ കുട്ടി ബ്രേക്ക് വന്നു. അപ്പൊ നമ്മൾ കണ്ടിന്യൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസ് 2 പേർക്കും. എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇവൾക്ക് ഭയങ്കര ഗ്രാൻഡ് ആയിട്ടായിരുന്നു, ഭയങ്കരമായി പോയി. ഫസ്റ്റ് വീക്സ് തൊട്ടേ 7 ഡേയ്സും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഫസ്റ്റ് പീരിയഡ്സ് വാസ് ലൈക്ക് എന്താ പറയാ, പീരിയഡ്സ് ആയി, ദാറ്റ്സ് ഇറ്റ്. ബ്ലീഡിങ് പോരാഞ്ഞിട്ട് നല്ല സ്റ്റൊമക് പെയിനും ബാക്ക് പെയിനും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ ലക്കിലി ഫ്യൂ ഇയേഴ്സ് മുന്നേ വരെ, ലൈക്ക് എന്താ പറയാ, ഒരു 3-4 വർഷം മുന്നേ വരെ എനിക്ക് സ്റ്റൊമക് പെയിൻ, അങ്ങനത്തെ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഹിപ്സിൽ പെയിൻ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇത് അറിയണം, ഇത് കാണും ബോയ്സ് ആരെങ്കിലും കാണുന്നത് നിങ്ങൾ അറിയണം. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ലൈക്ക് പീരീഡ്സ് അങ്ങനെ ഒരു 1 വീക്ക് മുന്നേ ബ്രസ്റ്റ് പെയിൻ തുടങ്ങും, സ്വെല്ലിങ്. അതും വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ ഞങ്ങള് നിങ്ങൾ സമ്മതിച്ചു തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വണ്ടിയിൽ വരുന്ന ഞങ്ങളെ നിങ്ങൾ സമ്മതിച്ചു തന്നെ പറ്റും. അത് മാത്രമോ, ഈ നല്ല പെയിൻ, ബാക്ക് പെയിൻ, ഭയങ്കര മൂഡ് സ്വിങ്സ്. എന്തിനാ കരയണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല ചില സമയങ്ങളിൽ. സീരിയസ്ലി ഒരു കാര്യമില്ലാണ്ട് ഞാൻ വെറുതെ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോ കരയാ, അമ്മ ഭയങ്കര ഓവർ തിങ്ക് ചെയ്തിട്ടൊക്കെ കരയാ. അങ്ങനത്തെ വെള്ളം ഈ അടുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മേ ബി ഐ സ്റ്റാർട്ടഡ് ടു ബിക്കം എ ഗേൾ നോ, അതുകൊണ്ടായിരിക്കാം, അറിയില്ല. പിന്നെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് പീരീഡ്സിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങള് നീ നിന്റെ ലൈഫിൽ ഇത്ര 2 ലൈഫ് പീരീഡിനുള്ളിൽ നീ ഇപ്പൊ പാഡ്സ് മാത്രമാണോ യൂസ് ചെയ്തിട്ടുള്ളത്? ലൈക്ക് പാഡ്, മെൻസ്ട്രൽ കപ്പ്, ടാംപോൺസ്, മെൻസ്ട്രൽ ഡിസ്ക്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതില് ഫസ്റ്റ് എന്ത് സാധനം യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് നമുക്ക് തുണി മാത്രമായിരുന്നു, ക്ലോത്ത് മാത്രം. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് നല്ല ബ്ലീഡിംഗ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ, അപ്പൊ പാഡ് യൂസ് ചെയ്തിരുന്നു. പിന്നെ ഇപ്പൊ ഒരു 4 ഇയർ ആയിട്ട് 4 അല്ല 3 or 4 അതിനുള്ളില്
ഇപ്പൊ ഞാൻ മെൻസ്ട്രൽ കപ്പാണ് മെൻസ്ട്രൽ കപ്സ് ആണ്. ഐ ഗസ് മെൻസ്ട്രൽ കപ്പ് ഞാനാണ് നിനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെ? മെൻസ്ട്രൽ കപ്പ് ഞാൻ PSafe എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ മെൻസ്ട്രൽ കപ്പാണ് അവൾക്ക് ഞാൻ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗിഫ്റ്റ് ആയിട്ട് അവൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ ആ ഒരു ടൈമിലൊക്കെ മെൻസ്ട്രൽ കപ്പ് ഐ മീൻ 2-3 years ബാക്ക് ഞാൻ യൂസ് ചെയ്തിരുന്നു. നീതാണ്ടാണ് യൂസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കും ഞാൻ യൂസ് ചെയ്തതാണ് അവൾ കൊടുത്തില്ല. ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ ഒരു വെഞ്ചർ ആയിരുന്നു PSafe എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. അങ്ങോട്ട് ചിക്കോടെ ഇരിക്കണം, നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും, അല്ല നിങ്ങൾക്ക് കിടക്കുന്ന സൗണ്ട് കോളി ചോറിയണതാണ്, ഇഗ്നോർ ചെയ്ത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലത്തെ ഒരു വെഞ്ചർ ആയിരുന്നു PSafe എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. അതായത് വിമൺ എസെൻഷ്യൽസിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൊഡക്ട്സ് അവർ ഇറക്കുന്നുണ്ട്. നമ്മൾ സേഫ്റ്റി അത്യാവശ്യം നല്ല രീതിയിൽ സേഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. നമുക്ക് എന്തൊക്കെ അലർജീസും കാണുന്ന വന്നിട്ടുള്ള യൂസ് ചെയ്തിട്ട് ഇറ്റ്സ് ബെറ്റർ. എനിക്ക് പാഡ് യൂസ് ചെയ്തിരുന്നപ്പോ അലർജീസ് വന്നു. അപ്പൊ അങ്ങനെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. അപ്പൊ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് ഡോക്ടർ തന്നെ പറഞ്ഞു പാഡ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്, എന്നിട്ട് മെൻസ്ട്രൽ കപ്പിലേക്ക് മാറാനായിട്ട്. അങ്ങനെയാണ് ഞാൻ ഇവളുടെ അടുത്തോടെ അഡ്വൈസ് ചെയ്തു. ഇവിടെ എനിക്ക് അത് സജസ്റ്റ് ചെയ്ത് കൊടുത്തത് ഞാൻ തന്നെയാണ്. ഒരെണ്ണം എനിക്ക് ഇവള് ഗിഫ്റ്റ് ചെയ്തു, ഒരെണ്ണം ഞാൻ അല്ലാതെ മേടിച്ചു, പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവള് ഗിഫ്റ്റ് ചെയ്തതാണ് എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതൊരു മീഡിയം ആയിരുന്നു. ഞാൻ മേടിച്ചത് കുറച്ച് ലാർജ് ആയിപ്പോയി. ഞാൻ കല്യാണം കഴിഞ്ഞതല്ലേ, ഒരു ഡെലിവറി കഴിഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ലാർജ് വലുത് മേടിച്ചു. കാരണം 10 വർഷത്തേക്ക് നമുക്ക് യൂസബിൾ ആണല്ലോ. അപ്പം ഗേൾസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാഡിലോട്ട് 10 വർഷത്തെ പാഡ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും അതിന്റെ ഭാഗത്തിനെക്കാട്ടിലും 1/3 നമുക്കൊരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാനായിട്ട് ഐ മീൻ അതിലോട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് വരുന്നുള്ളൂ. അപ്പൊ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അത് നിനക്ക് ഫസ്റ്റ് ടൈം മെൻസ്ട്രൽ കപ്പ് ട്രൈ ചെയ്യുമ്പോൾ പേടി ഉണ്ടായിരുന്നോ? എനിക്കുണ്ടായിരുന്നു കേട്ടോ, സീരിയസ്ലി ഉണ്ടായിരുന്നു, നല്ല പോലെ ഉണ്ടായിരുന്നു. ആദ്യത്തെ 3 മാസം ചെറിയ ഇങ്ങനെ എന്താ പറയാ ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഇതിങ്ങനെ ഉള്ളിൽ ഇരിക്കുകയാണല്ലോ, അതിന്റെ ചെറിയ നോബില്ലേ അത് കേറിപ്പോ, പിന്നെ അത് ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഒരയണുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ആഫ്റ്റർ 3 months എനിക്ക് എന്താ പറയാ കംഫർട്ടബിൾ ആണ്. പക്ഷെ ഒടുക്കത്തെ കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് 2-3 പേടികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഒന്ന് ഭയങ്കര മിത്താണ്, അതിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ വലിയൊരു ടോപ്പിക്കാണ്. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെർജിനിറ്റി നഷ്ടപ്പെടും, ഹൈമൺ ബ്രേക്ക് ആവും, അതിനെ കുറിച്ച് കുറെ ടോക്സ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറെ പറയാം. ഹൈമൺ ഇസ് നോട്ട് എ ബിഗ് ഡീൽ ഫസ്റ്റ് ഓഫ് ഓൾ. അത് ഞാൻ പറഞ്ഞുതരാം. വേറെ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് വേറെ ക്ലാസ് ആണ്, വേറെ വീഡിയോ ഇട്ടെടുക്കാം നമുക്ക്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് ഉണ്ടായിരുന്ന പേടിയെന്നറിയോ, ഈ സാധനം അങ്ങനെ ഉള്ളിലേക്ക് കയറിപ്പോവാ, പക്ഷെ തിരിച്ചെടുക്കാൻ കിട്ടൂലേ. ഞാനത് കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. സ്റ്റക്കായി മെൻസ്ട്രൽ കപ്പ് സ്റ്റക്കായി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ കാര്യത്തിൽ സ്ട്രെസ്ഡ് ആവാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. പക്ഷെ ഭയങ്കര ടെൻഷൻ ആവാം നമുക്ക് ഈ സാധനം. അതല്ല എന്റെ വേറൊരു പേടി, ഭയങ്കര വീടായിട്ടുള്ള പിടിച്ച് അങ്ങനെ ഊരിപ്പോരുന്ന നടക്കുമ്പോ ഊരിപ്പോവോ, അതുപോലെ യൂറിൻ പാസ് ഊരണോ, എപ്പോഴും ഊരേണ്ട വരുമോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ. കുറച്ച് ട്രിക്കിയാണ് മെൻസ്ട്രൽ കപ്പ് എടുക്കാന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ സംഭവം വീണ്ടും യൂറിൻ പാസ് ചെയ്യുമ്പോൾ ദൂരിട്ട് വേണോ യൂറിൻ പാസ് ചെയ്യാൻ, ഇതൊക്കെ നമ്മൾ തെറ്റിദ്ധാരണകളായിരുന്നു. ഇതിലൊക്കെ വേറെ വേറെ ഫങ്ഷൻസ് ആണ്, ഓരോ ഫങ്ഷനാണ് കേസ്. അത്ര നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ നമ്മള് നീ ക്ലോത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, പാഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, മെൻസ്ട്രൽ കപ്പ് യൂസ്. ഞാൻ പാഡ്സും മെൻസ്ട്രൽ കപ്സും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ക്ലോത്ത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഒരുപാട് വർഷം മുന്നേ ആയത്. ഞാൻ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. എന്റെ അമ്മ എനിക്ക് പീരീഡ്സ് ആവാനായിട്ടൊക്കെ മുന്നേ അമ്മയുടെ യൂട്രസ് സർജറി കഴിഞ്ഞതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പീരീഡ്സ് ആയിട്ടുള്ള എന്റെ എക്സ്പീരിയൻസസ് എനിക്ക് കേട്ടിട്ടുള്ള പരിചയമുള്ളൂ, കണ്ടിട്ടുള്ള പരിചയമില്ല. ഭയങ്കര പെയിൻ ആയിരുന്നു, അമ്മയ്ക്ക് ഭയങ്കര ഹെവി ബ്ലീഡിങ്ങും കൂടെ ആയിരുന്നു. അത് യൂട്രസിൽ ഒരു സിസ്റ്റ് പോലത്തെ വളർന്നുകൊണ്ടായിരുന്നു അങ്ങനത്തെ ഹെവി ബ്ലീഡിങ് ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്തതിനു ശേഷമാണ് ഞാൻ 5th അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ആ യൂട്രസ് റിമൂവലിന്റെ സർജറി നടക്കുന്നത്. സോ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ. അപ്പൊ പിന്നെ അമ്മയുടെ പീരീഡ്സ് എക്സ്പീരിയൻസ് അമ്മ പറഞ്ഞു കേട്ടുള്ളൂ. ഭയങ്കര പെയിൻ ആയിരുന്നു, എന്താ പറയാ, പിന്നെ ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. പിന്നെ ക്ലോത്ത്സ് ആണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. ക്ലോത്ത്സ് പിന്നെ അത് കഴുകാനായിട്ട് ഭയങ്കര പാടായിരിക്കും. നിങ്ങൾക്കൊക്കെ സുഖല്ലേ, പാഡ്സ് ആകുമ്പോ എന്ത് സുഖം, അതാകുമ്പോഴത്തേക്ക് ഡിസ്പോസ് ചെയ്ത് കളയാ, വെക്കാനും സുഖം, എടുക്കാനും സുഖം. പക്ഷെ പാഡ്സ് വെക്കുമ്പോൾ ഏറ്റവും വലിയ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറയും, ഈ നമ്മുടെ ജെനിറ്റൽ ഏരിയയിലെ പ്രൈവറ്റ് പാർട്സിൽ നമ്മുടെ പാന്റി ലൈനേഴ്സിന്റെ ഭാഗം, ബിക്കിനി ലൈനേഴ്സിന്റെ ഭാഗത്തൊക്കെ ഭയങ്കര സ്വെറ്റ് ആവും. ശരിക്കും സ്വെറ്റ് ആവുന്നത് കൊണ്ട് തന്നെ അത് ഭയങ്കര ഇച്ചിങ് ഉണ്ടാക്കും ചിലവർക്ക്. ഭയങ്കര സെൻസിറ്റീവ് ഏരിയ ആണ്. അതിന്റെ pH ലെവലും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിന്റെ pH ലെവലും ഡിഫറെന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പിന്നെ റബ്ബായിട്ട് ആ സ്കിന്നുമായിട്ട് ഒരയും. ചില പാഡ്സിൽ എന്ന് പറയുന്നത് കോട്ടൺ പാഡ്സ് ആകുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അതല്ലാതെ ഇപ്പോ ചില പാഡ്സ് ജെല്ലിലോട്ട് ബ്ലഡിനെ കൺവേർട്ട് ചെയ്യുന്നത് കുറെ ആഡ്സ് ഒക്കെ കാണിക്കുന്നില്ലേ, അതുപോലത്തെ പാഡ്സ് ഒക്കെ വരുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ അത് ഒരു സിൽക്കൻ മെറ്റീരിയൽ പോലെ അതിന്റെ ഉള്ളിൽ അത് കുറച്ചൊരു ഡ്രൈയിങ് ആണ്. അതിരുന്ന് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടാവാറുണ്ട്. അങ്ങനെ കുറച്ചധികം നമ്മളിതുപോലെ വർക്കിങ്ങിനൊക്കെ നിൽക്കുമ്പോൾ ലോങ് ടൈമിലോട്ടൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ട് ഈ സംഭവം. സോ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ബോയ്സിന് പറഞ്ഞാൽ മനസ്സിലാവോ? ബുദ്ധിമുട്ടാണെന്നുള്ളത് മാത്രമേ പറയുള്ളൂ. ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല പെണ്ണുങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട്, പെയിൻ ഉണ്ട്, അങ്ങനെയൊക്കെ നല്ല പേരുണ്ട്. ഇപ്പൊ കൊറേ നീ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ശരിക്കും അത് അനുഭവിച്ചാലേ അതെ, അത് ഞാൻ മനസ്സിലാവും. ചിലര് വീഡിയോസ് ചെയ്യണ കണ്ടിട്ടുണ്ടാവും. ലൈക്ക് പീരിയഡ് പെയിൻ സ്റ്റിമുലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു മെഷീൻ ഉണ്ട്. അത് ട്രൈ ചെയ്യണ വീഡിയോസ് കണ്ടിട്ടുണ്ടോ നീ? അതിന്റെ ഓരോ ലെവൽസ് ഉണ്ട്. അതൊക്കെ അതിലേക്ക് എത്തൂല. ആക്ച്വലി പീരീഡ്സിന്റെ പെയിനിലോട്ടേക്ക് എത്തൂല. അപ്പോഴേക്കും അവർ കിടന്ന് കാറി പൊളിച്ചു തുടങ്ങും. അപ്പൊ ഡെലിവറി പെയിൻ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള്, ഒരു മനുഷ്യന്റെ ബോഡിയിലത്തെ എല്ലാ എല്ലുകളും ഒരുമിച്ച് ഒടിയുന്ന ഒരു ഫീൽ ആണെന്നാണ് ഡെലിവറി പെയിൻ. ഞാൻ കേട്ടുകേൾവിയാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, കേട്ടുകേൾവിയാണ്. സോ എന്റെ ചേച്ചിക്ക് ഇങ്ങനെ പറഞ്ഞ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടാകുമ്പോ എന്റെ സിസേറിയൻ ആയതുകൊണ്ട് ഞാൻ പെയിൻ അത്രയ്ക്ക് അങ്ങോട്ട് അറിഞ്ഞിട്ടില്ല, അറിയാൻ പറ്റില്ല എന്നൊക്കെ. അതെ, ഞാൻ ആഫ്റ്റർ സിസേറിയന്റെ സ്റ്റിച്ചിന്റെ പെയിൻ അഫ്കോഴ്സ് ഇപ്പൊ ബോധം വരുന്നതിന് മുന്നേ, കണ്ണു തുറക്കുന്നതിന് മുന്നേ അബോധാവസ്ഥയിൽ ഞാൻ കിടന്ന് കാറുമായിരുന്നു. അല്ലടാ സീരിയസ്, ഇപ്പൊ എന്തർത്ഥത്തിലാണ് നോർമൽ ഡെലിവറിന് നമ്മുടെ നാട്ടില് സുഖപ്രസവം എന്ന് വിളിക്കുന്നത്? ഒരു സുഖമില്ല കേസത്തിലൊന്നും. കഴിഞ്ഞ മന്ത് ആരോ ഇതുപോലെ എന്നോട് ചോദിച്ചു, അതും ഒരു ബോയാണ് ചോദിച്ചത്, സുഖമാണോ പ്രസവിക്കാൻ? അപ്പൊ എന്താ സുഖാണോ? അപ്പൊ എന്തിനാ കരയുന്നേ? സുഖം കൊണ്ട് ചിലര് സന്തോഷം വരുമ്പോ കരയണ കണ്ടിട്ടില്ല, അതുകൊണ്ട് സുഖം വരുമ്പോ എങ്ങനെ സുഖപ്രസവമാണ് അത്ര. 2 ഡെലിവറിക്ക് കിട്ടോ. ചിലരെ ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ചിലവരുടെ വീട്ടില് ഈ മോസ്റ്റ് ഓഫ് ദി വീടുകളിലും അമ്മായിമാരും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കും പറയുന്നത്, നിനക്ക് എന്താ പ്രശ്നം, ഇതായിരുന്നില്ലേ, അല്ലല്ല ഡെലിവറി സിസേറിയൻ ആയിരുന്നില്ലേ, സോ വലിയ വേദന ഉണ്ടായിരുന്നൊന്നുമില്ലല്ലോ. തേങ്ങയാണ് ഗൈസ്, നല്ല പെയിനുണ്ടാവും. ഇവിടെ തൊട്ട് ഇവിടെ വരെ മുറിച്ചു നോക്കും നിങ്ങൾ, നല്ല പെയിനായിരിക്കും. അതൊന്നിട്ട് തുന്നി ചേർത്തിട്ട് നമ്മളൊന്ന് തുമ്മാനോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രാണം പാറുന്ന് കേട്ടുകൾ. നിനക്ക് എന്ത് അധികാരമാണ് അതൊക്കെ സംസാരിക്കാൻ ചോദിക്കുന്നുണ്ടാവും. ഞാൻ എന്റെ കുറെ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം പറയട്ടെ, എന്റെ ഗാങ്ങിൽ കല്യാണം കഴിക്കാത്ത എന്റെ ഒരു ഏജിൽ നിൽക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. ഞാൻ തന്നെ 27 വയസ്സായാലും സമയമുണ്ടല്ലോ, തിരക്കല്ലെങ്കിൽ ഇഷ്ടം പോലെ. നയൻതാരൊക്കെ കല്യാണം കഴിച്ചത് എത്രാമത്തെ വയസ്സിലാ? 33 32 30 വയസ്സിന് ശേഷം നയൻതാരൊക്കെ കല്യാണം കഴിച്ചുള്ളൂ. സോ സമയമുണ്ട്, അത് നയൻതാര. എന്നാലും സമയമുണ്ട് നമുക്ക്. നമ്മളെന്താ മോശം കൊള്ളാം എന്നാലും അങ്ങനെ. അപ്പൊ വലിയ സുഖം ഏർപ്പാടല്ല ഗൈസ്. ദിസ് ഇസ് പാർട്ട് ഓഫ് ഗേളി ടോക്സ്. പിന്നെ പീരീഡ്സ് കാരണം നിന്റെ ലൈഫിൽ വന്നിട്ടുള്ള ഒരു വേർസ്റ്റ് എക്സ്പീരിയൻസ്? എന്റെ ലൈഫില് പീരീഡ്സ് കാരണം ഇതുവരെ എന്റെ വീട്ടില് ഇതുവരെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. ആഫ്റ്റർ മാരേജ് എന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് കൊല്ലത്തേക്കാണ്, കരുനാഗപ്പള്ളി എന്ന് പറയും. അവിടെ ആ ഒരു ഏരിയയില് പീരീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്തോ വലിയ സംഭവമാണ്. അതായത് സ്റ്റിൽ അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അതിലത്തെ പോലെ തന്നെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ നമ്മള് പിന്നെ നമ്മുടെ ഭർത്താക്കന്മാരെ ആയാലും വേറെ ആണുങ്ങളെ ആയാലും അച്ഛനമ്മ മക്കള് അവരെ ആരും തൊടാൻ പാടില്ല. വേറെ റൂമുകളിലേക്ക് കയറാൻ പാടില്ല. ചിലപ്പോ നമ്മുടെ റൂമിൽ പോലും കെടുത്തില്ല, അടുക്കളയിൽ പായിട്ടിട്ടേ കെടുത്തുള്ളൂ. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം അടുക്കളയിൽ കയറാൻ പാടില്ല. രാവിലെ കുളിച്ച് അടുക്കളയുടെ പുറത്ത് ഒരു ചെയർ ഇട്ടിട്ട് നമ്മൾ അവിടെ ഇരുത്തും. എന്നിട്ട് ഫുഡ് ഒരു പ്ലേറ്റില് നമ്മൾ തൊടില്ല. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ വെച്ചു കൊടുക്കില്ലേ, വേണമെങ്കിൽ കഴിച്ചോന്ന് അതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കും, കഴിച്ചു. പറയുമ്പോ ആക്ച്വലി എനിക്ക് ഇത് ഒട്ടും ഡൈജസ്റ്റബിൾ അല്ലേ ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന് എന്റെ ലൈഫിൽ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടില്ല, അങ്ങനത്തെ ആൾക്കാരോട് ഞാൻ നിന്നിട്ടില്ല, ഞാനിക്കൂല. സീരിയസ്ലി ഞാനത് കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് അനുഭവിച്ചിട്ടില്ല. കാരണം ചെറിയ ഇൻസിഡൻസ് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പിന്നീട് ഞാനത് എന്റെ ഹസ്ബൻഡിനോടും വീട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ട് ഇപ്പം സെറ്റാണ്. ഇപ്പൊ ഞാൻ നോർമലി എന്റെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവിടെ. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ അവര് പറയുന്ന കേൾക്കാറുള്ളൂ മീൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾ പീരീഡ്സ് റിലേറ്റഡ് വളർന്നുകൊണ്ടിരിക്കുന്നത്. സോഫയിൽ ഇരിക്കാൻ പാടില്ല, അങ്ങനെ കുറെ ഇതുണ്ട്. സോഫയിൽ ഇരിക്കാൻ പാടില്ല, സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങാൻ പാടില്ല. അതായത് ഫ്രണ്ട് ഡോർ വഴി പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അടുക്കള വശം വഴി പുറകിൽ കൂടെ വേണം. ലോജിക്ക് എന്താണ് ആക്ച്വലി? സൈഡിൽ കൂടെ വേണം നമ്മൾ പുറത്തൊക്കെ പോകണമെങ്കിൽ പോവാനായിട്ട്. പിന്നെ
3 ദിവസം വീടിനകത്തോട്ട് കയറ്റില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. രാത്രി ആകുമ്പോഴേ അകത്തേക്ക് കയറ്റാ, പായിട്ട് അടുക്കളയിൽ പായിട്ട് കൊടുക്കും, അവിടെ കിടന്നുറങ്ങും. പിറ്റേ ദിവസം സെയിം ഇതുപോലെ ഡ്രസ്സൊക്കെ സെപ്പറേറ്റാ. പീരീഡ്സ് ആകുമ്പോഴാൻ വേറെ ഡ്രസ്സ്, അത് അവരുടെ റൂമിലോട്ടോ അല്ലെങ്കിൽ അവരുടെ അലമാരിയിലോ ഒന്നും വെക്കാൻ പാടില്ല. അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ. അതിപ്പോഴും അതിട്ട് 4-ാമത്തെ ദിവസം ഉണ്ടല്ലോ, ആ വീട്ടിലുള്ള കർട്ടൻസ് ചിലപ്പോ നമ്മൾ തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല. ആ വക സാധനങ്ങൾ, ചവിട്ടികള്, കർട്ടൻസ്, ബെഡ്ഷീറ്റുകള്, എല്ലാ ഡ്രസ്സുകള് എല്ലാം വാരി വലിച്ചിട്ട് കഴുകി വീട് എല്ലാവർക്കും. ചില വീടുകളിലൊക്കെ ഓവ് മീൻസ് ഹോൾ ഉണ്ടാവും വീടിനകത്ത്, റൂമിലും ചിലപ്പോ ഹോൾ ഉണ്ടാവും. അപ്പൊ പുറത്തോട്ട് എന്നിട്ട് വെള്ളം ഒഴിച്ച് അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിടണം. പക്ഷെ ഞാൻ ഇവിടുന്ന് ഭയങ്കര ഭയങ്കര എനിക്ക് ലക്കിലി അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇതുവരെ എന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേര് ഇപ്പോഴും കണ്ടോണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ. പിന്നെ ഇതായിരിക്കും അത് അങ്ങനത്തെ ഒരു ഇത്. പിന്നെ വീട്ടില് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കിടക്കയില് കിടക്കാൻ പാടില്ലല്ലോ, നമ്മുടെ റൂമിലോ കയറാനും പാടില്ല. കയറിയാൽ തന്നെ കിടക്കയിൽ ഇരിക്കാനോ കിടക്കാനോ ഒന്നും പാടില്ല. കിടക്ക കൊണ്ടിട്ട് കഴുകാൻ പറ്റുമോ? അതുപോലെ സോഫ മേൽ കഴിഞ്ഞാൽ സോഫ കഴുകിയിടാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിക്കുന്നേ. കഴുകിയില്ലെങ്കിൽ എന്താ പ്രശ്നം? ഭയങ്കര അയിത്താണ്, ഭയങ്കര അയിത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അയിത്താണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സംഭവം എനിക്ക് അങ്ങനെ. പക്ഷെ ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടില്ല. നിലത്ത് കിടന്ന് ആകെ 2 പ്രാവശ്യത്തെ പീരീഡ്സിന് ഞാൻ നിലത്ത് കിടക്കേണ്ട ഒരവസ്ഥ വന്നു. അത് ഞാൻ പിന്നെ നൈസായിട്ട് ഹസ്ബൻഡിനോട് സംസാരിച്ചു, അവരുടെ വീട്ടുകാരോട് സംസാരിച്ചു. എന്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂ ആവും. കാരണം എന്റെ വീട്ടിൽ എന്ന് വെച്ചാൽ റെസ്ട്രിക്ഷൻസേ ഇല്ല. നമ്മള് വിളക്ക് കത്തിക്കുന്ന റൂമുണ്ട്, അവിടേക്ക് മാത്രം പോവില്ല, അത് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് അവിടെ ഫുൾ ഫ്രീഡം ആണ്. അപ്പൊ നമുക്ക് വയ്യെങ്കിൽ റെസ്റ്റ് എടുക്കാം, കെടുക്കാം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാൻ പാടില്ല, എപ്പോഴും ഇങ്ങനെ ഇരിക്കണം. അല്ലെങ്കിൽ അവിടെ കിടന്ന് നടക്കുകയാണെങ്കിൽ തന്നെ തെക്ക് വശത്തേക്ക് പോകാൻ പാടില്ല, കിഴക്കേ വശത്തേക്ക് പോകാൻ പാടില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാ തല പെരുക്കും. നമ്മുടെ തൃശ്ശൂരൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല, കേട്ടിട്ട് പോലുമില്ല. അവിടെ ചെന്നിട്ട് ഞാൻ നല്ല രീതിക്ക് ഇതിപ്പോ നമ്മൾ ആക്ച്വലി കൊല്ലങ്കാലം മോശമായിട്ട് പറഞ്ഞല്ല, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ ചിലപ്പോ അങ്ങനത്തെ ആൾക്കാർ, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോ ഉണ്ടാവും. നമുക്ക് ഫെമിലിയർ അല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടാകാതിരിക്കും. കുറച്ച് പേര് ഞാൻ ഇടുക്കിയിലും ഇപ്പൊ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരെ. ഉണ്ടാവും, പഴയ ആൾക്കാര് ഉള്ളിടത്താണ് മെയിൻ ആയിട്ട്. ചിലരുണ്ട് നമ്മുടെ തൃശ്ശൂരൊന്നും ഞാൻ പഴഞ്ചൻ ആൾക്കാരാണെങ്കിൽ മീൻസ് പഴയ നമ്മുടെ അമ്മാമ്മമാരും അപ്പാപ്പന്മാരും ഒക്കെ ഇല്ലേ, അവരാണെങ്കിൽ പോലും നമ്മള് സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെയാണ് ഫുഡ് വരെയൊക്കെ കയറി കഴിക്കുന്ന സാധനങ്ങളൊക്കെ എന്റെ അമ്മക്ക് അങ്ങനെ. അയ്യോ എന്റെ അമ്മ എങ്ങനെയാ പിരിച്ചായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു തരും. അവിടെ കിടന്നോ ഒന്നും ചെയ്യാൻ അതെ അവിടെ ഉറങ്ങാൻ പാടില്ല. പിരിച്ചായി കഴിഞ്ഞാ നമ്മളെന്താ രാത്രി കിടന്നുറങ്ങാം, അത് മാത്രമേ പാടുള്ളൂ. ഉച്ച നേരത്തൊന്നും മയങ്ങി പോവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലേ, പകലായ പോലും ഒന്ന് ഉറങ്ങിപ്പോവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ കുളിക്കാണ്ട് അകത്തോട്ട് കയറ്റില്ല, അല്ലെങ്കിൽ അവിടെ ഇരുത്തില്ല. അങ്ങനെയൊക്കെയാണ്. ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ കുറച്ചൊക്കെ മാറി വരുന്നുണ്ട്, കാരണം പുതിയ തലമുറകൾ വരികയാണല്ലോ. പക്ഷെ അവിടുത്തെ പെണ്ണുങ്ങളും ഇപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ശീലിച്ച് പോകുന്നുണ്ട്. ഞാനിപ്പോഴും കുഞ്ഞു കുട്ടികളുണ്ട്, ഇപ്പൊ 5-6 പഠിക്കുന്ന പിള്ളേരുണ്ട്. അവര് വരെ അത് ചെയ്യണ കാണുമ്പോ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് സത്യമായിട്ടും. കുഞ്ഞി പിള്ളേരെ വരെ നമ്മൾ അങ്ങനെ ആക്കുമ്പോഴേ, 5-6 പഠിക്കുന്ന പിള്ളേരുണ്ട്, അവരെ വരെ ഇങ്ങനെ പീരീഡ്സ് ആകുമ്പോ അങ്ങനെ പുറത്ത് കുത്തിയിരുത്താ, അങ്ങനെയൊക്കെ കാണുമ്പോ നല്ല സങ്കടം. ഇനി അവരും റിപ്പീറ്റ് ചെയ്ത് വരില്ലേ? അപ്പൊ വലിയ തെറ്റാണെന്ന് ആ കുട്ടികളും കൂടെ വിചാരിച്ചു. അതാണ്. പിന്നെ വേറെ ആൾക്കാരെ വന്നാലോ അല്ലെങ്കിൽ വേറെ കുട്ടികളൊക്കെ വന്നാലും നമ്മുടെ അടുത്തേക്കൊന്നും അടുപ്പിക്കില്ല. അവര് പറയും ഒക്കാതിരിക്ക, അങ്ങോട്ട് പോവണ്ട, അവളുടെ അടുത്തേക്ക് പോവണ്ട, ഒക്കാതിരിക്കാന്ന് പറയും. എനിക്ക് ഒരു പ്രാവശ്യം അങ്ങനെ ഒരു ഫംഗ്ഷന് പോയിട്ട് എന്നെ ഒരു പറമ്പിൽ കൊണ്ട് ചേറിട്ടിരുത്തി ഞങ്ങളുടെ ചേച്ചിയുടെ മക്കളൊക്കെ വന്നപ്പോ അവര് ഓടി വന്നേ. ഞാനാണെങ്കിൽ ഭയങ്കര ടോക്റ്റീവ്, അതാണെങ്കിൽ ഞാൻ കുഞ്ഞിപ്പിള്ളേരുടെ കൂടെ കളിക്കുള്ളൂ, വലിയ ആൾക്കാരുടെ ഇടയിലൊന്നും പോയിരിക്കില്ല. അപ്പം പിള്ളേരെന്ന് വെച്ചാൽ എനിക്ക് ജീവൻ. അപ്പൊ അവർക്ക് എന്നെ ഇഷ്ടം. അപ്പൊ അവര് ഓടി വരുമ്പം ഇവരുടെ അടുത്ത് മാളക്കുഞ്ഞൊക്കെ ഒക്കാതിരിക്കാ, പോവരുത് എന്ന് പറയും. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഒരു പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. അന്ന് ഹസ്ബൻഡ് എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. അതിനുശേഷം പീരീഡ്സ് ആയി കഴിഞ്ഞ് ഞാൻ ഒരൊറ്റ ഫംഗ്ഷന് ഞാൻ പോവില്ല. എന്തിനാ വെറുതെ
അതെ അഥവാ ആയാലും ഞാൻ പറയില്ല. ഫംഗ്ഷന് പോയാലും പറയും, ആരുടെ പറയണ്ടെന്ന് പറയും ഹസ്ബൻഡ്. അത് പറയാനൊന്നും പോകണ്ട, നീ വെക്കൂ, അല്ലെങ്കിൽ നീ വായോ നമുക്ക് പോവാന്ന് പറയും. ആരുടെ പറയാതിരുന്നാ മതി എന്നൊക്കെ പറയും. എനിക്കിപ്പോ അങ്ങനെ പീരീഡ്സ് ആയതിന്റെ പേരിൽ എനിക്ക് വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് എന്നല്ല, എനിക്ക് എന്ന് വെച്ചാൽ പീരീഡ്സ് ആവുന്ന സമയത്ത് ഹിപ്സിലും അല്ലെങ്കിൽ കാലിന്റെ ഭാഗത്തോട്ടൊക്കെ നല്ല പെയിൻ ആയിരിക്കും. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ ടൈം ഇപ്പോ കണ്ടിന്യൂസ്ലി ഒരു 12 hours ഷിഫ്റ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഇരിക്കൂല, ഇരിക്കാതെ നിന്ന് പണിയെടുക്കും. ഒരാൾ വീഡിയോ എടുക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഡോണ്ട് ഡിസ്റ്റർബ്. നിനക്ക് ഉറങ്ങാൻ വേണ്ടി ഇവിടെ AC കിട്ടുന്നിട്ടുണ്ട് കേട്ടോ. ഗുഡ് ഗേൾ ആയിക്കോളൂ, നിനക്ക് ഗുഡ് ഗേൾ ആവണം, മനസ്സിലായ? യു ഷുഡ് ബിക്കം എ ഗുഡ് ഗേൾ താറ. അതർവൈസ് ടാഡുന്റെ മിഠായി ഞങ്ങള് തന്നെ തിന്നും കേട്ടോ. ഓക്കെ, ഇസ് ഇറ്റ് ഓക്കെ താര? നല്ല പല്ല്. നല്ല പല്ലേ. ഓക്കെ, ബാക്ക് ടു ദ ടോപ്പിക്. അപ്പൊ പീരീഡ്സ് കാരണം ഉണ്ടായിട്ടുള്ള ബെസ്റ്റ് തിങ് പീരീഡ്സ് ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പൊ എവിടേക്കെങ്കിലും പോകാൻ താല്പര്യമില്ല. അപ്പൊ പീരീഡ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് വയ്യത് എവിടെയെങ്കിലും തീരെ സംഭവം സത്യമായിരിക്കും. ചിലപ്പോ നല്ല 99% ആയിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ചില റിലേറ്റീവ്സിന്റെ ചില പരിപാടികൾക്കൊക്കെ പോവാൻ റിലേറ്റീവ്സിന്റെ അടുത്ത് പറയാൻ ചില റിലേറ്റീവ്സിന്റെ പരിപാടികൾക്ക് നമുക്ക് വയ്യാന്നുണ്ട് സ്കിപ്പ് ചെയ്യും. ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. പക്ഷെ ഞാനുണ്ടല്ലോ എത്ര വയ്യെങ്കിലും ചിലപ്പോ നടുവൊണ്ടാതെ ഒക്കെ ഇരിക്കുന്നുണ്ടാവാ. പക്ഷെ പീരീഡ്സ് ടൈമില് എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല, ഐ ഡോണ്ട് ലൈക്ക് ടു. ബിക്കോസ് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ബിക്കോസ് സ്ട്രെയിൻ ആവോ അങ്ങനത്തെ കുറച്ച് ടെൻഷൻസും കാര്യങ്ങളും ഉണ്ട്. ബട്ട് സ്റ്റിൽ ഓക്കെ ആണ്. ഞാൻ ട്രാവൽ ചെയ്യുന്ന സിറ്റുവേഷൻ ട്രാവൽ ചെയ്യും, ബട്ട് ഐ ട്രൈ ടു അവോയ്ഡ് ട്രാവലിംഗ്. അതാണ് അടുത്തെന്ന് പറയുന്നത്. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, ആണുങ്ങളുടെ മുന്നില് അല്ലെങ്കിൽ ഇപ്പോ എനിക്ക് കുറെ ബോയ്സ് ആണ് ഫ്രണ്ട്സ് ഉള്ളത്. എനിക്ക് ആകെ ഗേൾ ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് ഇവളുണ്ട്. ഇവളാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗേൾസില്. പിന്നെ എന്റെ ചേച്ചി ഉണ്ട്, പിന്നെ എന്റെ വേറെ ഫ്രണ്ട് ചിന്നുന്നുണ്ട് ഒരുത്തിന്റെ. അത് വല്ലപ്പോഴും അവള് സംസാരിക്കലൊക്കെ. പക്ഷെ നമ്മള് കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ അത്രയും ഇയേഴ്സ് ആയിട്ട് എന്റെ കൂടെയുള്ള ഒരു ഗേൾ എന്ന് പറയുന്നത് ഇവളാണ്. ഇവൾ എന്റെ ചേച്ചിയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. വേറെ എനിക്ക് ഫ്രണ്ട്സ് ഗേൾസ് ഇല്ല ക്ലോസ് സർക്കിളിൽ നിൽക്കുന്നത്. വളരെ ഹൈ ബൈ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ, അതും വളരെ റയറാണ്. അപ്പോ ബാക്കി ഫുള്ള് ബോയ്സ് ആണ്. സോ എന്റെ വീട്ടിലൊക്കെ അമ്മ കാര്യം പറയായിരുന്നു, ഇപ്പൊ ബോയ്സ് ഒക്കെ എന്റെ വീട്ടിൽ വരും അതൊക്കെ യൂഷ്വൽ ആണ്. അങ്ങനെ വരുന്ന സമയത്തൊക്കെ ഞാൻ പീരീഡ്സ് ആയിട്ട് ഇരിക്കണ വയ്യ അങ്ങനെയൊക്കെ പറയാൻ അമ്മ അവിടെ ഇങ്ങനത്തെ ആക്ഷൻ ഇങ്ങനത്തെ മോളൊക്കെ കാണിക്കും. അമ്മയ്ക്കായാലും അമ്മാമ്മയ്ക്കായാലും ആർക്കായാലും, എസ്പെഷ്യലി അമ്മയ്ക്കാണ്ടും ഉള്ള അമ്മാമ്മയ്ക്കാണ്. നമുക്ക് ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് ഒക്കെ ഒരു ഓ മൈ ഗോഡ് എന്നുള്ള, ഓ മൈ ഗോഡ് എന്ന് പറയില്ല എന്നുള്ള അമ്മ ഇങ്ങനെ കാണിക്കുന്നത് സീരിയസ്ലി പറയാൻ പാടില്ല. ബോയ്സ് തുണി വെക്കുന്നു, തുണി വെക്കുന്നുണ്ട്, തുണി വെക്കുന്നു. ഒരു പെണ്ണായിട്ടിരുന്നിട്ട് ഒരു ഗേളിട്ട് നോക്ക് വീഡിയോയിൽ തുണി വെക്കുന്ന ചിക്കു. അതെ, ആണാണെങ്കിൽ കുഴപ്പമില്ല, നീ പെണ്ണല്ലേടി. വാട്ട്സ് റോങ് ദാടാ? നോക്ക് കണ്ട, അതാണുള്ള പ്രശ്നം. നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് താണോ സ്വഭാവം ഇവിടെ ഇരുന്നാലും തോന്നി നിന്ന് കാണിക്കുന്നതിനെ പുറത്തു പോകണേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സിനെ കുറിച്ചിട്ട് ആണുങ്ങളുടെ ഫ്രണ്ടില് അല്ലെങ്കിൽ ബോയ്സ് അവരുടെ ഫ്രണ്ടിലൊന്നും സംസാരിക്കാൻ പാടില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിലുണ്ട്. തെറ്റിദ്ധാരണയാണോ അതൊരു നാണക്കേട് പോലെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ആമ്പിള്ളേരുടെ മുന്നിലാണെങ്കിലും ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കണല്ലോ, അതെ മോസ്റ്റ് ഓഫ് ദി നമ്മുടെ വ്യൂവേഴ്സും എനിക്കറിയാം ബോയ്സ് ആണ്. സോ എന്തിനാണ് കാണിക്കേണ്ട ആവശ്യം? പഴയ കാലത്ത് നിന്നൊക്കെ വണ്ടി കയറി ഇവിടേക്ക് എത്ര സമയം കഴിഞ്ഞിരിക്കുന്നത്. വണ്ടി കിട്ടാത്തവരുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നോട്ടെ ഞാൻ പറയാം. അല്ലെങ്കിൽ താല്പര്യമുള്ളതാണെങ്കിൽ കിട്ടണ വണ്ടിക്ക് കയറി പോരാ, അത് വെച്ചുള്ളൂ. അല്ലാതെ പീരീഡ്സിനെ കുറിച്ചൊക്കെ ഭയങ്കര ജനറലൈസ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു പീരീഡ്സിന്റെ ഒക്കെ, അല്ലെ? പിന്നെ എന്താണ് ഡോണ്ട് ടോക്ക് പബ്ലിക്കലി. പിന്നെ എന്ന് പറയുന്നത് നമുക്കിപ്പോ പണ്ട് ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു. ലൈക്ക് എന്താ പറയാ, അമ്മയൊക്കെ ഇങ്ങനെ പറയാ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടൊക്കെ ഇങ്ങനെ പാഡ് മേടിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. പാഡ് മേടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കവർ ചെയ്തിട്ടൊക്കെ കൊണ്ടുവരണം, ആൾക്കാർ കാണരുത്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നല്ല കുറെ വർഷങ്ങളായിട്ട്. ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ, ആദ്യമൊക്കെ ചെറുത് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ബട്ട് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡ് മേടിച്ചാൽ കവർ ഒന്നും വേണ്ട ചേട്ടാ, പൊതിയൊന്നും വേണം, ഇങ്ങോട്ട് തന്നു എന്നൊക്കെ ഭയങ്കര കോമൺ ആയി തുടങ്ങി. ഇപ്പൊ എത്രയോ വലിയ ആക്ട്രസുകളൊക്കെയാണ് ഇതിന്റെ പാഡ്സിന്റെ പരസ്യത്തിലൊക്കെ അഭിനയിക്കണേ, അല്ലെ? ലൈക്ക് എന്താ പറയാ, ഭയങ്കര ഇതായി തുടങ്ങി. ആൾക്കാർക്ക് അറിഞ്ഞു തുടങ്ങി. ഇപ്പൊ ഓക്കെ, ചെറുപ്പം തൊട്ടിട്ടേ കുട്ടികൾ അറിഞ്ഞിരിക്കണം, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികൾ അറിഞ്ഞിരിക്കണം. ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ടാണ് ഈ സംഭവം. അതില്ലാന്നുണ്ടെങ്കിൽ അടുത്ത തലമുറ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. സോ അതിനൊരു പൊട്ട കാര്യമായിട്ടോ അല്ലെങ്കിൽ നാണക്കേടുള്ള കാര്യമായിട്ടോ വിവരിക്കേണ്ട കാര്യവുമില്ല. ലൈക്ക് അങ്ങനത്തെ ഒരു തോട്ട് നമ്മുടെ മൈൻഡിലോട്ട് വെക്കേണ്ട ആവശ്യമില്ല, അല്ലെ വേണു? അതല്ലേ നല്ലത്. അപ്പൊ എല്ലാം ഇപ്പൊ കുറച്ചൊക്കെ മാറി തുടങ്ങി. ബട്ട് സ്റ്റിൽ there is some. എനിക്ക് എന്താ പറയാ, ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനാണ്
വീട്ടിലേക്ക് പാഡ് മേടിച്ചു പാഡ് മേടിച്ചു ഞങ്ങൾ 3 പെണ്ണുങ്ങളും പീരീഡ്സ് ആകുമ്പോഴും അച്ഛനോട് വിളിച്ചു പറഞ്ഞാൽ മതി മേടിച്ചോണ്ട് വരാൻ. ആള് മേടിച്ചോണ്ട് വരും. എന്റെ ഒരു പ്രോബ്ലം ഇല്ല. ഞാനൊക്കെ കുഞ്ഞിലെ മുതൽ അങ്ങനെ കണ്ട് ശീലിക്കുന്നതാ. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ അമ്മ അങ്ങനെ ശീലിപ്പിച്ച കാരണം ഹസ്ബൻഡും അങ്ങനെ തന്നെയാ. മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ മേടിച്ചോണ്ട് വരും. ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഡ്രസ് ഇരുന്ന് കടിച്ചോണ്ടിരിക്കുക അവള്. നൂലുണ്ടോ? ഇല്ല ഇല്ല. നിന്റെ അപ്പം മേടിച്ച ഡ്രസ് ആണെന്ന് ആണോ? ഞാൻ കാശ് കൊടുത്ത് മേടിച്ച സാധന നിന്റെ അപ്പറ്റല്ലത്. അവളുടെ വെള്ള ആയതുകൊണ്ടാ. നിന്റെ കളർ ബ്ലൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉറങ്ങിക്കോ എന്റെ പൊന്നെ ഉറങ്ങിക്കോട്ടെ, അത് നല്ലത്. ഉറങ്ങിക്കോ ഞാനും മാളിച്ചൊക്കെ കഷ്ടപ്പെട്ട് വീടെടുക്കണോണ്ടോ. അപ്പൊ പീരീഡ്സിന്റെ ടോപ്പിക് നമുക്ക് കൂടെ അവസാനിപ്പിക്കാം. അരമണിക്കൂർ പീരീഡ്സ് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഈ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കുറെ പറയാനായിട്ടുണ്ട്. എനിക്ക് വലിയ അഭിപ്രായം ഒന്നുമില്ല റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയാനായിട്ടൊക്കെ. മതിയെ പറഞ്ഞു അതെ അതെ. നമ്മളിപ്പോ ഒരു റിലേഷൻഷിപ്പിന്റെ ആരം വീട്. ഇപ്പൊ നമ്മളൊരു കോമൺ ആയിട്ടൊരു തോട്ട് ഉണ്ട്, ബോയ്സ് മാത്രമാണ് വായി നോക്കികൾ, ഗേൾസ് തന്നെ വായി നോക്കില്ല. പക്ഷെ നിങ്ങൾക്കൊരു സത്യം അറിയണം ഗൈസ്, നിങ്ങളൊരു സത്യം അറിയണം. ബോയ്സിനാട്ടും കൂടുതൽ വായി നോക്കുക ഗേൾസ് ആണ്. പക്ഷെ ഞങ്ങൾ വായി നോക്കാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് മാത്രം. അത്രയും എക്സ്പേർട്സ് ആണ് ഞങ്ങൾ വായനോട്ടത്തിൽ. ഞങ്ങൾ പിന്നെ ബോയ്സിനെ മാത്രമല്ല നോക്കുന്നത്, ഗേൾസിനെ അവരുടെ മുടി എങ്ങനെയാണ്, അതെ, ഡ്രസ് എങ്ങനെയാണ്, പാൻസ്, ടോപ്സ്, ഓർണമെന്റ്സ്, അതുപോലെ നെയിൽസ്, ഷൂസ്, അതൊക്കെ നോക്കും. എല്ലാം കൂടുതലായിട്ട് നോക്കുക നമ്മള്. ബോയ്സിനാട്ടും കൂടുതൽ ഗേൾസ് അസൂയാണോ ലൈക്ക് ഓക്കെ കൊള്ളാം. അതെ അങ്ങനെ അങ്ങനെ ഗേൾസ് ഗോസിപ്സും ഉണ്ട്. അതും എനിക്ക് തോന്നുന്നു ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം അങ്ങനത്തെ ടോക്ക്. എന്റെ അമ്മ അതുപോലെയാണ് കേട്ടോ. അതെ, എല്ലാം അതിപ്പോ ആമ്പിള്ളേരായാലും പെൺപിള്ളേരായാലും എല്ലാരും അമ്മ നമ്മുടെ അടുത്ത് തുറന്നു പറയും. നമ്മുടെ അടുത്ത് തന്നെ പറയും, അയ്യ പെൺകുട്ടീനെ നോക്കിയല്ലേ, അല്ലെങ്കിൽ നോക്കിയാ കുട്ടിയുടെ മുടി കൊണ്ട എന്ത് രസാ, അങ്ങനെയൊക്കെ പറയും. അവരെ ചെറുക്കന്മാരാണെങ്കിലും അവന്റെ പാന്റ് നോക്കി അതുപോലെ കീറിയത് അവന്റെ തലയിൽ എന്തിട്ട് കാക്കക്കൂടാ, അതുപോലെ തന്നെ അവര് ആസ്വദിക്കുകയും ചെയ്യും. നോക്കിയിട ആ ചെറുക്കനെ നല്ല നല്ല ഭംഗിയുണ്ടല്ലോ കുട്ടീനെ. അതെ അതെ. നമുക്ക് അതുപോലെ നന്നായി നടന്നോടെ എന്നൊക്കെ ചിലർ ഉദ്ദേശിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ ഒരു ബോയിനെ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന കാര്യം എന്ന് പറയുന്നത്, എല്ലാരും പറയും നമ്മള് സ്വഭാവം നോക്കുക തേങ്ങയാണ്. നമ്മൾ ഫസ്റ്റ് നോക്കുക ലുക്സ് തന്നെയാണ്. ആമ്പിളരൊക്കെ പറയും ഞാൻ അവളുടെ സ്വഭാവം കണ്ടിട്ട് വീണതാണ്. വെറുതെയാണ്. സ്വഭാവമൊക്കെ സെക്കൻഡറി ആണ് ഗേൾസ്. ഫസ്റ്റ് നോക്കുക അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടാവും, ഒരു അട്രാക്റ്റീവ് പോയിന്റ് ഉണ്ടാവും. അതല്ലാതെ ഒരാളും ഒരു പെണ്ണിന്റെ പിന്നാലെ കിടന്ന് നടക്കില്ല. ദാറ്റ്സ് ട്രൂ, 100% ട്രൂ. സോ വലിയ മാന്യന്മാരും മാന്യത്തികളും ആവരുത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലേ? നന്നായിട്ട് പറയാം. ഓക്കെ, എനിക്ക് ജിസ്മയുടെ ഒരു അവള് തന്നെ പറഞ്ഞിട്ടുണ്ട്, സൗന്ദര്യം എന്നല്ല നിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ മനസ്സാണ് ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് സൗന്ദര്യം അപ്പുറത്തൂടെ പോയി അണ്ണാക്കും പൊളിച്ച് വായ പൊളിച്ച് നോക്കി നിൽക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഒക്കെ തന്നെയാണ്. ബിക്കോസ് നമ്മുടെ ലുക്സ് ആണ്. ഇപ്പൊ പല മൂവീസിൽ ഇപ്പൊ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗജനി മൂവിയിലെ അസിന്റെ ഇൻട്രോയില് ഞാൻ പറയാം, അങ്ങനൊക്കെ ഇൻട്രോയില് ആരെങ്കിലും നോക്കും. ഓക്കെ, ഒരു ഇഷ്ടം തോന്നും. പക്ഷെ എന്നാലും ഓക്കെ അവളോട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവളോട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നാന്ന് പറയുന്നത് ആ കുട്ടികളെ ഗേറ്റുമ്പോ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് കളിത്തോണ്ടാണ് അവന് ഇഷ്ടപ്പെട്ടത്. നെവർ. ലുക്കുണ്ട് അവളെ. അതെ, അത് നേരെ തിരിച്ച് അവൾക്ക് പകരം നമ്മുടെ ചാളമേരിയാണ് ചെയ്തതെന്ന് വിചാരിക്കാം. തോന്നൂല. അവനഥവാ ഒരു ഇഷ്ടം തോന്നിയപ്പോ ചാളമേരി യാത്ര മോശമായിട്ട് പറയണതല്ല, പക്ഷെ കമ്പയറിംഗ് ടു ബ്യൂട്ടി ഓഫ് അസിൻ ആൻഡ് ചാളമേരി, ഷീസ് ലുക്സ് മോർ പ്രിറ്റിയർ, റൈറ്റ്? അതുകൊണ്ട് തന്നെ ആ ഒരു അവളുടെ ഒരു സൗന്ദര്യത്തിനും കൂടിയാണ് അവൻ പരിഗണന കൊടുക്കുന്നത്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പൊ ഗേൾസ് എക്സ്പെക്ട് ചെയ്യുന്നത്, കുറെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്, ഭയങ്കര ഇതായിട്ട് ഞങ്ങള് വലിയ പുണ്യാളത്തികളാണ്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് മാത്രം. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ക്യാഷ് അല്ലെങ്കിൽ ഇൻകം അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇതൊന്നും നോക്കാതെ നല്ല ആളാണെന്ന് മാത്രം നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ബട്ട് അങ്ങനെയല്ല എന്ന് പറയുന്ന എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല, അല്ലെ?
അല്ലെ കുറെ പേര് ഊറ്റാൻ വേണ്ടി മാത്രം വളരെ പച്ച മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഊറ്റാൻ വേണ്ടി മാത്രം റിലേഷൻഷിപ്പിലോട്ട് ആവുന്ന കുറെ പേരുണ്ട്. സോ ബെറ്റർ അങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് മാക്സിമം അങ്ങനത്തെ റെഡ് ഫ്ലാഗ്സിൽ നിന്ന് പുറത്തു വരാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ എന്ന് പറയുന്നത് ഒരു ട്രോമ ബോണ്ടിങ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. ഞാൻ ഗേൾസിന്റെ അടുത്തായാലും ബോയ്സിന്റെ അടുത്തായിട്ട് ഈക്വൽ ആയിട്ട് പറയുന്ന കാര്യമാണ് ഈ ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞ സംഭവം. നമ്മളെ ചില സമയങ്ങളിൽ നമുക്ക് തോന്നിപ്പിക്കും ഇവൻ എന്നെ അല്ലെങ്കിൽ ഇവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ബട്ട് സ്റ്റിൽ മുടിക്കത്ത സംശയം മുടിക്കത്ത പണ്ടടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളും ഇതുപോലെ എന്തിനും കുറ്റം. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ നമ്മൾ എല്ലാം വിട്ടുകളയും. നമ്മൾ വീണ്ടും ആ ഒരു പേഴ്സണോട് 100% ഇഷ്ടത്തിലോട്ട് പോകും. എഗെയിൻ ആളുകളുടെ സ്വഭാവം തന്നെ എടുക്കുമ്പോൾ ഒട്ടും ഫ്രീഡം അല്ലാത്ത അങ്ങനത്തെ ഒരു സംഭവത്തിലോട്ട് നിങ്ങൾ നിൽക്കരുത്. ഇറ്റ്സ് ട്രോമ ബോണ്ടിങ്. മാക്സിമം അങ്ങനത്തെ സംഭവങ്ങൾ റെഡ് ഫ്ലാഗ്സ് ആണ്, ഒഴിവാക്കി വിടുക എന്നേ പറയാനുള്ളൂ. വേറെ അതിന് ഇത് അപ്പുറത്തോട്ട് എനിക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും പറയാനായിട്ടില്ല. മദ്യം എനിക്ക്. അതെ. പിന്നെ മാരേജിനെ കുറിച്ച് മോളിന് എന്താ അഭിപ്രായം? മാരേജിനെ കുറിച്ചിട്ട് അഭിപ്രായം അതെ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ് ചെയ്യാനായിട്ടുള്ള ഒരു ഏജ് എത്ര വയസ്സിൽ കല്യാണം കഴിക്കാം? ആഫ്റ്റർ 25. ആഫ്റ്റർ 25. ഗേൾസിന് ആഫ്റ്റർ 25. ബോയ്സിനാണെങ്കിൽ ഒരു 27 കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ബോയ്സിന് അതുവരെ ഉള്ളതൊക്കെ വെറും ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു മെച്യൂരിറ്റി ഇല്ല. സത്യമായിട്ടും 27 വയസ്സ് കഴിഞ്ഞ ഒരു ആണ് അത്യാവശ്യം കുറച്ചെങ്കിലും മെച്ചേർഡ് ആയിരിക്കും ആണുങ്ങളുടെ കേസിൽ. അതുപോലെ തന്നെ പെൺകുട്ടികള് എങ്ങനെ പോയാലും ഒരു 23, 24 കഴിയാതെ ഒരൊറ്റ പെൺകുട്ടികളും മെച്ചേർഡ് ആവില്ല. അതെ. പക്ഷെ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ മെച്യൂരിറ്റി എന്നാലും മെച്യൂരിറ്റി നോട്ട് മെച്യൂർഡ് ഇനഫ് ടു സ്റ്റാർട്ട് ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 25 വയസ്സിലോ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ 27 വയസ്സിലോ ആകണം എന്നില്ല. ഓക്കെ ഞാൻ പറയുന്ന വെച്ചാൽ എന്റെ ഒരു പെർസ്പെക്റ്റീവില് കല്യാണം ഒരു ഏജിന്റെ ബേസിൽ നടത്തരുത്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഐ എം നോട്ട് മെച്യൂർഡ് ഇനഫ് ടു ഗെറ്റ് മാരീഡ് ഓർ ലീഡ് എ ഫാമിലി റിലേഷൻസ്. അപ്പോ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ ഞാൻ മെച്യൂർഡ് അല്ല ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് ഓൾസോ ഞാൻ ഗേൾസിന്റെ അടുത്താണെങ്കിലും ബോയ്സിന്റെ അടുത്താണെങ്കിലും പറയുന്നത് നമ്മള് കല്യാണം കഴിക്കാൻ പോകുന്ന ഫാമിലിനെ നമ്മൾ എത്രത്തോളം ടേക്ക് കെയർ ചെയ്യണമെന്നും അത് ഓക്കെയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ അത്രയും നാള് നമ്മളെ വളർത്തിക്കൊണ്ട് വന്ന പാരന്റ്സിനെയും ആഫ്റ്റർ മാരേജ് ആണെങ്കിലും ഈക്വലി ടേക്ക് കെയർ ചെയ്യാനായിട്ട് സാധിക്കണം. ഇപ്പൊ എന്റെ വീട്ടില് 2 പെൺമക്കളാണ്, മോളിന്റെ വീട്ടിൽ 2 പെൺമക്കൾ തന്നെയാണ്. സോ എന്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാണ്ടല്ലോടാ ആഫ്റ്റർ മാരേജ് ആണെങ്കിൽ പോലും ഇപ്പൊ എന്റെ അപ്പനും അമ്മയോ ഞാൻ അവർക്ക് കൊടുത്തിട്ട് വേണ്ട, ബട്ട് സ്റ്റിൽ ഇപ്പൊ എന്റെ അപ്പനും അമ്മയോ എന്റെ അടുത്ത് വിളിച്ചു ചോദിക്കുകയാണ് പിന്നെ നിന്റെ കയ്യില് ഒരു 10,000 എടുക്കാനുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്റെ ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന് ചോദിച്ചിട്ട് എന്റെ അപ്പനും അമ്മയ്ക്ക് ഒരു 10,000 ആവശ്യമുണ്ട് നിങ്ങൾ എനിക്കിത് തരുമോ എന്ന് ചോദിച്ചു മേടിക്കുന്നതിലും നല്ലത് എന്റെ കയ്യിൽ ആ 10,000 ഇടുന്നുണ്ടെങ്കിൽ എനിക്ക് ആരോടും ചോദിക്കാതെ അല്ലെങ്കിൽ ചോദിക്കല്ല ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തിട്ടാണെങ്കിലും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം. അതാണ് എന്റെ ഒരു മാരേജിലോട്ട് കടക്കാനായിട്ടുള്ള ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ ഒരു അതായിരിക്കും പെർഫെക്റ്റ് ടൈമിങ് ഫോർ ബീയിങ് ഇൻ എ ഫാമിലി റിലേഷൻഷിപ്പ്. അതാണ് എന്റെ ഒരു അത് ശരിയാണ്. കാരണം ഇപ്പോഴും 10-25 വയസ്സൊക്കെ കഴിഞ്ഞിട്ടും ജോലിക്കും കൂലിക്കും ഒന്നും പോവാതെ അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പോഴും വീട്ടുകാരുടെ ചെലവിൽ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ബോയ്സും ഗേൾസും ആയിട്ടുള്ള ചില ഇത് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേൾസ് ആകുമ്പോൾ വർക്ക് ചെയ്യണ്ട. പക്ഷെ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 18-19 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സിനെ കുറച്ച് ഫ്രീ ആയിട്ട് വിടുക. നിങ്ങളുടെ ഈ സില്ലി ചെലവുകളൊക്കെ നിങ്ങൾ തന്നെ ഏൺ ചെയ്ത് ഉണ്ടാക്കുക. അതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ. അല്ലാതെ നിങ്ങൾ ഓൾ ഓഫ് ദി സഡൻ ഓക്കെ എന്റെ പഠിപ്പ് കഴിഞ്ഞു ഇനിയിപ്പോ എന്തായാലും കല്യാണത്തിലോട്ടാണല്ലോ സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയിപ്പോ ഏൺ ചെയ്യണ്ട, അതുവരെയുള്ള എന്റെ പാരന്റ്സ് നോക്കും, അത് കഴിഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡ് നോക്കുന്നുള്ളതിൽ നിൽക്കണ്ട. ഇനിയിപ്പോ ഞാൻ ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ, ഇപ്പൊ ആഫ്റ്റർ മാരേജ് കിട്ടുന്ന ഹസ്ബൻഡ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്ക് ഒരു അറിവുമില്ല. മനുഷ്യനാണ്, മനുഷ്യന്റെ സ്വഭാവമാണ്, എപ്പോ വേണമെങ്കിലും മാറും. ഓന്ത് നിറം മാറിനായിട്ടും വ്യത്യാസത്തിൽ മനുഷ്യരുടെ നിറം മാറുന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. ഒരു മനുഷ്യവിരോധി ഒന്നല്ല, ബട്ട് സ്റ്റിൽ ഹാപ്പൻസ് ലമോളോ. അതെ എപ്പോ വേണമെങ്കിലും മാറാം സ്വഭാവമൊക്കെ. സോ ഇപ്പൊ ഹസ്ബൻഡ് ഓക്കെ ആയിരിക്കും, പക്ഷെ ഹസ്ബൻഡിന്റെ വീട്ടുകാരായിരിക്കും പ്രശ്നം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പെൺപിള്ളേരോടാണ് ഞാൻ പറഞ്ഞത് ആസ് എ ഗേൾ ഇറ്റ്സ് ഗേളി ടോക്ക്. അതുകൊണ്ട് ഞാൻ ഗേൾസിനെ വരുമ്പോൾ ബോയ്സിന്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ കെട്ടി വരുന്ന ഭാര്യ ഓൾ ഓഫ് ദി സഡൻ പറയാണ് ഇപ്പൊ എന്താ പറയാ വീട്ടുകാരൊന്നും വേണ്ട, വീട്ടുകാരൊന്നും വേണ്ട, വീട്ടിലേക്ക് എന്തിനു ചെലവ് കൊടുക്കണം അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. ഗേൾസിലും ഉണ്ട് അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. 2 ടൈപ്പിലും ഉണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത് മാരേജിന്റെ ഒരു ഏജിനെ വെച്ചിട്ട് നമുക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ ഏജിനെ വെച്ച് ഞാൻ ഡിഫൈൻ ചെയ്യില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ 2 പിള്ളേരാവുന്ന സമയം കഴിഞ്ഞു.
സത്യം ആ ഒരു ഇതില് നോക്കുകയാണെങ്കിൽ സത്യമായിട്ട് എന്റെ അമ്മക്ക് എപ്പോ തൊട്ട് പറഞ്ഞു തുടങ്ങിയതറിയോ കല്യാണം കഴിക്കുന്ന തുടങ്ങിയത്. പക്ഷെ ഒന്ന് സെറ്റിൽ ഡൗൺ ആയിട്ട് കല്യാണം എന്നുള്ള സംഭവത്തിലോട്ട് പ്രൊസീഡ് ചെയ്യാം. പിന്നെ ഏജിന്റെ ഒരു നമുക്ക് കഴിയണുണ്ടോ? അതെ, അതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ മെച്യൂരിറ്റി ബാക്കി എല്ലാ കാര്യങ്ങളിലും കേപ്പപ്പ് ആയിരിക്കണം. പിന്നെ മാളു എന്ന് പറയുന്നത്, മാളു ഇപ്പൊ നിന്റെ ലൈഫിൽ ഇപ്പൊ നിന്റെ ഏർലി മാരേജ് ഇപ്പൊ 5 വർഷം കഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? 6 വർഷം കഴിഞ്ഞു. മൈ ഗോഡ്. അതായത് 21ാമത്തെ വയസ്സിൽ എന്റെ കല്യാണം കഴിഞ്ഞു. 21ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് മാളൂന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഭയങ്കര ഏർലി ആയി പോയി കല്യാണം കഴിഞ്ഞിട്ടെന്ന്? ഓഫ് കോഴ്സ് തോന്നിയിട്ടുണ്ട്. എനിക്ക് മാത്രല്ല എന്റെ ഹസ്ബൻഡിനും തോന്നിയിട്ടുണ്ട്. കാരണം ആൾക്ക് 25ഉം എനിക്ക് 21ഉം. ഞങ്ങൾ 4 വയസ്സ് ഡിഫറൻസ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മെച്യൂരിറ്റി ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോ അതിന്റേതായ പ്രോബ്ലംസ് ഒത്തിരി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോഴാണ് ഒന്ന് ജീവിച്ചു തുടങ്ങിയത്. ഇപ്പൊ ഈ ഒരു 1 ഇയർ ആയിട്ടാണ് ഞങ്ങള് മെച്യൂരിറ്റി എന്താ അല്ലെങ്കിൽ എന്താണ് ലൈഫ് എന്ന് അറിയാൻ തുടങ്ങിയത്. ഇപ്പൊ ഈ ഒരു 1 ഇയർ ആയിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു 25 വയസ്സൊക്കെ ആവുമ്പോഴത്തേനും പെൺകുട്ടികൾക്ക് ഒരു ബുദ്ധിയും ബോധവും വിവരവും ഒക്കെ വെച്ചു കൊടുക്കും. കുറച്ചെങ്കിലും അല്ല, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ. എനിക്കൊരു 23 വയസ്സിന് ശേഷം ഇത്തിരിയെങ്കിലും ബോധം വെച്ചത് കൃത്യമായിട്ടും അങ്ങനെയായിരുന്നു. ഇപ്പൊ എന്റെ ഹസ്ബൻഡിന് ഇപ്പൊ 27 വയസ്സിന് ശേഷം ആൾക്കും ഒത്തിരി ഒരു ബോധം ഇതൊക്കെ വന്നത് ഒരു 27-28 വയസ്സൊക്കെ ആയ പിന്നെയാണ്. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾ ലൈഫ് എന്താന്ന് അറിയാൻ തുടങ്ങി. അതുകൊണ്ട് സത്യം പറഞ്ഞ മാരേജ് ലൈഫിനോട് എനിക്ക് വലിയ ഇതൊന്നുമില്ല. അതെ, അതിന് നല്ലത് സിംഗിൾ ആയിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും സുഖവും എനിക്കും സന്തോഷം സമാധാനമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ലൈഫാണ്. ഞങ്ങള് സിനെ പ്രോത്സാഹിപ്പിക്കല്ല. ഞാൻ പറയുന്നത് സിംഗിൾ ലൈഫ് ബെറ്റർ ആണ്. നല്ലൊരു പാർട്ട്ണർ നമ്മുടെ ഈക്വലി നമ്മുടെ ഇഷ്ടങ്ങൾ അറിയാവുന്ന ഒരു പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ മാരേജ് എന്നുള്ള ഒരു ഓപ്ഷൻ നോക്കിയാൽ കുഴപ്പമില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്റെ ഇഷ്ടങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങളോട് ഒത്തുചേർന്ന് പോകുന്ന ഒരു ഹസ്ബൻഡ്. അറ്റ് ദി സെയിം ടൈം അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി. അത് രണ്ടും വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് മാത്രം സപ്പോർട്ടീവായി നിന്നിട്ട് കാര്യം ഫാമിലി മെമ്പേഴ്സ് നേരെ വിട്ടടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കൂട്ടത്തല്ലേ. അതിനായിട്ടും ബെറ്റർ വേണ്ട. ഒത്തു വന്നാൽ ഒത്തു വരുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. വരികയാണെങ്കിൽ കെട്ടാം, കെട്ടിക്കഴിഞ്ഞിട്ട് മാറുമെന്നുള്ളത് പറഞ്ഞൂടാ. എല്ലാം ഒരു ലക്കാണ് ഗൈസ്. നമ്മുടെ ലൈഫ് പോകുന്നത് മൊത്തം ഒരു ലക്കിന്റെ ബേസിലാണ്. ഒരു നൂലിന്മേൽ കളി അല്ലെങ്കിൽ ഞാലിന്മേൽ കളി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. ഇനിയിപ്പോ നിനക്ക് വേറൊരു കാര്യം കേൾക്കണം. ഇപ്പൊ അതാണ് നമ്മുടെ മെയിൻ കാര്യം. എന്റെ കല്യാണം എന്തുകൊണ്ട് നടക്കുന്നില്ല? എന്റെ കല്യാണം നടക്കുന്നില്ലാത്തതിനെ പറ്റി എന്റെ കുടുംബത്തിൽ നടക്കുന്ന കുറെ ഗോസിപ്സ് ഉണ്ട്. മാള് ഞാൻ ലെസ്ബിയൻ ആണോ? എനിക്ക് തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ലെന്നല്ല. അല്ല ഗൈസ്, ഐ ആം നോട്ട് എ ലെസ്ബിയൻ. എന്റെ തറവാട്ടിലെ ആകുറിയുള്ള ഗേൾഫ്രണ്ട് ഞാനാ. അതെ, അതോട് ഫോൺ ചെയ്തു. അതെ, പിന്നെ എന്റെ ഗേൾഫ്രണ്ട് ചിക്കുണ്ട്. ഷീസ് മൈ ഗേൾഫ്രണ്ട്. അത് നീ മനസ്സിലാക്കണം. അങ്ങനത്തെ അല്ല ഞാൻ. അല്ല, അപ്പൊ അങ്ങനത്തെ ഒരു ടോക്ക് എന്റെ ഫാമിലിയിൽ നടക്കുന്നുണ്ടടാ. സീരിയസ്ലി. അത് ഞാൻ പല ചെവികൾ പറഞ്ഞു അതെന്റെ ചെവിയിലോട്ട് എത്തിക്കും. അതെ, ദിവ്യ ഒരു ലെസ്ബിയൻ ആയതുകൊണ്ട്, അതായത് അതെ ഞങ്ങളെ ലെസ്ബിയൻ ആണെന്ന് വെച്ചാൽ സീരിയസ്ലി എന്റെ ഫാമിലിയില് മദർ പ്രോമിസ് അങ്ങനത്തെ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. അതായത് ഞാൻ കല്യാണം കഴിക്കാതിരിക്കുന്നത്. ഇപ്പൊ എന്റെ ഫാമിലി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ബോയ്സ് ആണ്, കുറച്ച് ഗേൾസ് ഉള്ളൂ. അതില് ഏറ്റവും മൂത്ത ചേച്ചിയാണ് ഇന്നലെ വന്ന ജിസ് എന്ന് പറഞ്ഞ ചേച്ചി. ആ ചേച്ചിയുടെ കല്യാണം എനിക്ക് കുറെ വർഷങ്ങളായി. പിന്നെ ഉണ്ടായിരുന്നത് എന്റെ ചേച്ചിയാണ്. എന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ ചേച്ചിക്ക് ആക്ച്വലി എന്റെ സെയിം ഇയറിലുള്ളത് ആൾക്കാരെന്ന് പറയുന്നത് ഞാന്, പിന്നെ ആരാണ്, പ്രിയ, ചിന്നുവിന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞിട്ട് 2 വർഷം ഇവിടെ കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. പ്രിയയുടെ കല്യാണം ഈ ജാനുവരിയില് ഓൾറെഡി ഉറപ്പിച്ചിട്ടു. ചെക്കൻ വന്ന ഉടനെ തന്നെ കല്യാണം ഉണ്ടാവും. എന്റെ മാത്രം ഉറപ്പിച്ചിട്ടുമില്ല. എന്താണ് എന്റെ കല്യാണക്കാരെ പറയാൻ എന്റെ ഗേൾ ഫ്രണ്ട് ഈസ് ഗെറ്റിംഗ് പൊസസീവ്. എന്താണ് നിന്റെ പ്രശ്നം? പ്രാന്താണിത്. ഓക്കെ, ഹൈ ഫൈ. ശരി, കോംപ്രമൈസ് എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആക്കി കേസ് ഞങ്ങള്. അല്ലടാ എനിക്ക് എന്റെ ചുഞ്ചി പൊട്ടാണി ചുണ്ടൊരു പൊട്ടാണി നമ്മൾ ഒരു ദിവസത്തെ കംപ്ലീറ്റ് ചെയ്തു. അതെ, അപ്പൊ നമ്മള് പറഞ്ഞു തന്നോണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ മസാജ് വിളിക്കാം, മസാജ് കൊണ്ടിരുന്നപ്പോ കൊണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, അപ്പൊ ഞാനൊരു ലെസ്ബിയൻ അല്ല ഗൈസ്. അങ്ങനത്തെ ഒരു ടോപ്പിക് നടക്കുന്നുണ്ട്, ഞാൻ ലെസ്ബിയൻ അല്ല. പിന്നെ എന്റെ ഒരു റിലേഷൻഷിപ്പ് പൊട്ടി. അത് പൊട്ടിയതിന്റെ പേരിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ട്രൈ ചെയ്തു.
ആത്മഹത്യക്ക് ട്രൈ ചെയ്തു. എന്നിട്ട് ആത്മഹത്യ ആ ദൈവത്തിന് അറിയാം. അങ്ങനത്തെ കുറെ കഥകൾ നടക്കണ്ടാ. ഞാൻ തൂങ്ങി ചാവാൻ ആത്മഹത്യക്ക് ട്രൈ ചെയ്തു. എന്നിട്ട് ഈ പൊടി പിടിച്ച ഫാനിലോ ആത്മഹത്യക്ക് ട്രൈ ചെയ്തു. എന്നിട്ട് സക്സസ് ആയില്ല. എന്നിട്ട് എന്റെ വീട്ടൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനത്തെ കുറെ ഗോസിപ്സ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാതിരിക്കണുള്ള ഗോസിപ്പ് തേങ്ങയാണ്. സത്യാവസ്ഥ പറഞ്ഞ ചെക്കനെ കിട്ടുന്നില്ല കേസ്. അതാണ് സത്യാവസ്ഥ. ഞങ്ങള് പറയണേ അപ്പോഴാണ്. അതെ, അതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. സീരിയസ്ലി അതാണ് എന്റെ കല്യാണത്തിന്റെ ഒരു സംഭവങ്ങളൊക്കെ എന്ന് പറയുന്നത്. പിന്നെ മാരേജ് നോക്കിയിട്ട് മാളും സെറ്റ് ആവുന്ന ചെറുക്കന്മാർക്കാണെങ്കിൽ ഒടുക്കത്തെ എന്താ പറയാ, അതായത് അതായത് നമ്മുടെ പെണ്ണുങ്ങളുടെ വീട്ടുകാര് ഒന്നിനും കൊള്ളില്ല അങ്ങനത്തെ ഒരു ടോക്ക്. അവരുടെ വീട്ടുകാര് മാത്രം ഭയങ്കര എന്തോ വലിയ സംഭവമാണ്, അതാണെങ്കിൽ. പക്ഷെ പെണ്ണുങ്ങളുടെ വീട്ടുകാരാണെങ്കിൽ അപ്പടി പോക്കാണ്. അവർക്ക് എന്തും കാണിക്കാൻ നമ്മള് നമ്മുടെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യാനേ പാടില്ല. അതാണ് അങ്ങനെ വെച്ച് പൊറപ്പിക്കില്ല. പിന്നെ എനിക്ക് വേറെ വന്നിട്ടുള്ള ഒരു പ്രപ്പോസല് ഞാനായിട്ട് തന്നെ ഒഴിവാക്കി വിടാനുള്ള കാരണം എന്ന് പറയുന്നത്, എന്താ പറയാ, ലൈക്ക് ആളുടെ പേരോ ആളോടൊന്നും ഞാൻ പറയാം. ആള് പുറത്തൊരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. എന്റെ കല്യാണം ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ആളെന്റെ അടുത്ത്, ആ സമയം ടോണിയെങ്കിൽ ഓപ്പോസിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ആളെന്റെ അടുത്ത് പറയാണ്, എന്തെന്നാ നിനക്ക് അവിടെ എത്ര സാലറി ഉണ്ടാവും, ഒരു 30-40 മാക്സിമം ഉണ്ടാവും. അത് ഞാൻ നിനക്ക് മാസം അക്കൗണ്ടിൽ ഇട്ടുതരാം. നിനക്ക് ഒരു 50,000 വെച്ച് മാസം അക്കൗണ്ടിൽ ഇട്ടുതരാം. വെറുതെ വീട്ടിലിരുന്നോന്ന്, പണിക്കൊന്നും പോണ്ട, എനിക്ക് ഇഷ്ടമല്ല പണിക്കൊന്നും പോണമെന്ന്. എനിക്ക് അങ്ങനത്തെ കേട്ടപ്പോഴേ താല്പര്യമില്ലേ. ഞാൻ അപ്പൊ തന്നെ എന്റെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഇത് ശരിയാവൂല, ഞാൻ നിർത്താണ് പറഞ്ഞിട്ട് അത് അങ്ങനെ ഇവിടെ അവസാനിപ്പിച്ചു വിട്ടു. അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് ഉള്ള ആളെനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനെ എന്റേതായിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ഒരു കോൺസെപ്റ്റ് വർക്ക് ആവൂല ഗൈസ്. സീരിയസ്ലി അത് ഒട്ടും വർക്ക് ആവാൻ പോണില്ല. അതിനെ കുറിച്ച് ഞങ്ങളുടെ പെർസ്പെക്റ്റീവ് ഞങ്ങൾ പറഞ്ഞു. അധികം വലിച്ചിടുന്നില്ല, ഓൾറെഡി വേറെ വലിയ വീഡിയോ ആയിപ്പോ. ഈ ഞാനടുത്ത് ടോപ്പിക് പറയുന്നത് ഡ്രസ്സിങ് മാഡം. ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട്. ഡ്രസ്സിങ് എപ്പോഴും അവരുടെ പേഴ്സണൽ ഇഷ്ടല്ലേ, അല്ലെ? ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ കുറെ പേര് ജഡ്ജ് ചെയ്യണ കാണാറുണ്ട്. അതിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് ആയി ഞാൻ എന്റെ ഒരു ഫാമിലി എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ വരാണ് കേസ്. ഞാൻ ആരാണ് എന്താണെന്ന് പറയുന്നത്, എന്റെ ഒരു റിലേറ്റീവ് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുള്ള ഏറ്റവും ഇറക്കം കുറഞ്ഞ തുണി കുറവുള്ള ഒരു ഡ്രസ്സിന്റെ പിക്ക്, ഏറ്റവും ഇറക്കം കുറവുള്ള തുണി കുറവുള്ള ഡ്രസ്സിന്റെ പിക്ക് ഞാൻ ഇവിടെ കൊടുക്കാം. അതൊരു ഷോർട്സ് ആണ് മാളും. അതിലുള്ള പിക്കും പിന്നെ എന്റെ ബോയ്സ് ഫ്രണ്ട്സോടുള്ള പിക്സ് ഒക്കെ ഇടുന്നത് കാണുമ്പോൾ, പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ അറിയാത്തവർക്കാണ് ഞാൻ പറയാം, ഇൻസ്റ്റയിൽ ഞാൻ അത്യാവശ്യം ആക്റ്റീവ് ആണ്, അറിയാലോ നിങ്ങൾ. അപ്പൊ എന്റെ ഒരു റിലേറ്റീവ് ഒരു ദിവസം എന്റെ അമ്മനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാ, ലൈക്ക് ഇതെന്താണ് ഷീബ ചേച്ചി, എന്റെ അമ്മയുടെ പേര് ഷീബ എന്നാണ്, നിനക്കറിയാലോ അവൾക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇതെന്താണ് ഷീബ ചേച്ചി, ദിവ്യ എന്തേ കാണിക്കുന്നത്, നമ്മുടെ തറവാട്ടിൽ ഇങ്ങനെ ഒരു കുട്ടി ഇല്ല. അപ്പൊ അമ്മ ചോദിച്ചു എന്താ പറ്റിയേ ചോദിച്ചു. ഇപ്പൊ ഞാൻ അറിയാതെ ആളുടെ പേര് പറഞ്ഞു പോയനെ. ഓക്കെ, പറഞ്ഞാലും വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നണമൊന്നുമില്ല. ഹു കെയർസ്, ഐ ഡോണ്ട് കെയർ ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ അങ്ങനെ പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞേ, അവള് എന്താ പ്രശ്നം, അല്ല അവിടെ ഫുള്ള് എന്ത് ഡ്രസ്സ് ഇട്ടിട്ടാ ഇൻസ്റ്റയിൽ ഫോട്ടോസ് ഇടുക, നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ എന്നൊക്കെ, ഈ തോന്നണ ഇതൊന്നും കാണുന്നില്ലേ നിങ്ങൾ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മ ആകെ സങ്കടമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, എന്തിനാ പൊന്നാ നീ ഇട്ടോ, പക്ഷെ അങ്ങനത്തെ ഡ്രസ്സുകൾ ഇട്ടുള്ള ഫോട്ടോസ് പബ്ലിക് ഇങ്ങനെ ഇടല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അമ്മ പറയാനുള്ളത് അങ്ങനെ പറഞ്ഞൊക്കെ പോകും, പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ഞാൻ അത് കോംപ്രമൈസ് ചെയ്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, അമ്മ എന്നല്ല ആര് പറഞ്ഞാലും എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യാറുള്ളൂ. അത്ര എനിക്ക് മനസ്സിലായി. അതെ, മനസ്സിലായില്ലേ? ആ പിന്നെ അപ്പൻ എന്നോട് പറഞ്ഞായിരുന്നു വെക്കാൻ പറ്റില്ല സീരിയസ്ലി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നാള് കഴിഞ്ഞപ്പോൾ ആൾക്കും ഒരു മകളുണ്ട്. അപ്പൊ ആളുടെ മകൾ ഇതുപോലെ അല്ലാട്ടോ, ഇതിലും അക്രമമായിട്ടുള്ള ഫോട്ടോസ്, ലൈക്ക് ഈവൻ ബിക്കിനി ഫോട്ടോസ് വരെ ഇട്ടിട്ട് ആള് ബിക്കിനി ഇൻസ്റ്റയില് ഫോട്ടോ. ഞാൻ അതാണ് പറഞ്ഞത്, ഇവള് ദൃസാക്ഷിയാണ്. എന്റെ അപ്പൻ ഇവളെ എടുത്തിരുന്ന് ബ്രീഫ് ചെയ്ത് കൊടുത്തു. സംഭവങ്ങളൊക്കെ എന്നോട് വിവരിച്ചു. എന്റെ പോയി. എനിക്കതാണ് മനസ്സിലാവാത്തത്. നമ്മളെ ബൈബിളിൽ ഒരു കോട്ട് ഉണ്ടടാ, സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റാതെ മറ്റുള്ളവരുടെ കണ്ണിലത്തെ കുഞ്ഞക്കാരുടെ എടുത്തു കളയാൻ നോക്കരുതെന്ന്. ആദ്യം സ്വന്തം കണ്ണിലത്തെ തടിക്കഷ്ണം എടുത്ത് മാറ്റിയാൽ മാത്രമേ മറ്റുള്ളവരുടെ കണ്ണിലത്തെ എടുത്തു കളയാനുള്ള വിഷൻ നമുക്ക് ക്ലിയർ ആവുള്ളൂ എന്ന്. അവളെ ആവുന്നുണ്ട് അങ്ങനെ. അപ്പൊ സ്വന്തം തെറ്റ് നമ്മൾ ആദ്യം മാറ്റാൻ നോക്കണം. സ്വന്തം മക്കളുടെ കാര്യം, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട്. സ്വന്തം മക്കളുടെ കാര്യം ആദ്യം ക്ലിയർ ആയി നോക്കാറില്ല. ബാക്കിയുള്ളവരുടെ മക്കളുടെ കാര്യത്തിലായിരിക്കും അവർക്ക് ഇടപെടാനായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് തിരിച്ച് ചോദിക്കാനും പറയാനൊന്നും പോയൊന്നുമില്ല. പക്ഷെ ഇൻ കേസ് ഇഫ് ഷീ ആസ്ക് അഗെയിൻ
അഭിലാഷ് ഞാൻ സെയിം തിരിച്ചു ചോദിക്കും, നാളെ ഉണ്ടോ ഞാൻ തിരിച്ചു ചോദിക്കും സത്യമായിട്ടും. അതിപ്പോ എന്റെ വീട്ടുകാർ എന്നെ എന്ത് പറഞ്ഞാലും എന്റെ ബാക്കിയുള്ള റിലേറ്റീവ്സ് എന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ചു ചോദിക്കും, 100% തിരിച്ചു ചോദിക്കും. എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടെന്നുള്ളത് ഞാൻ എന്റെ എല്ലാവരുടെ അടുത്തും പറയാനുള്ളതാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ആരുടെയും ചെലവിലല്ല ജീവിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉള്ളിടത്തോളം കാലം ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും, പറയും. അതില് തെറ്റാണ് എന്ന് എനിക്ക് ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, നീ ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരാൾ പറഞ്ഞു തരണമെങ്കിൽ അത് എനിക്ക് ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന ആൾക്കാര് പറഞ്ഞു തന്നാൽ ഞാൻ അത് കേട്ടിരിക്കും. പക്ഷെ അതിൽ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഞാൻ തന്നെ ഇരുന്ന് ആലോചിച്ച് തീരുമാനിച്ചെടുക്കും. അല്ലാതെ ഒരാൾ പറഞ്ഞത്, ഇപ്പൊ എന്റെ എത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ വന്ന് പറഞ്ഞാണെങ്കിലും ഞാൻ തന്നെ ഇരുന്ന് ആലോചിക്കും, ഓക്കെ ഇന്ന ആള് പറഞ്ഞു നോക്കി ശരിയാണ്, ഞാൻ കാണിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്തത് തെറ്റാണെന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്വയം തോന്നണം. ബട്ട് സ്റ്റിൽ ഐ വാല്യൂ ദ വേർഡ്സ്. ഞാനത് ആലോചിക്കും തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. അല്ലേ മോള്, നിനക്ക് അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടായോ ഡ്രസ്സിങ്ങിന്റെ പേരിലോ അല്ലെങ്കിൽ ബോയ്സിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലോ? എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഒരു തവണ ഇതുപോലെ തന്നെ എന്റെ അഗൈൻ ഒരു ഫാമിലിയിലെ ഒരാളുടെ വർത്തമാനം പറയാം. ഞാൻ എന്റെ ഇൻസ്റ്റ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ബോയ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ കൂടെ ഫോട്ടോസ്, ബിക്കോസ് എനിക്ക് ഗേൾസ് ഫ്രണ്ട്സ് ഇല്ല. ഇവള് വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ നമ്മൾ വല്ല ഫോട്ടോസ് എടുക്കുന്നല്ലാതെ അങ്ങനെ നമ്മൾ കാര്യമായിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം ഡ്രസ് ചെയ്തു പോകുക, അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും ഔട്ടിങ് എപ്പോഴും ഉണ്ടാവും. നമ്മൾ മോസ്റ്റ് ഓഫ് ടൈം വീട്ടിൽ തന്നെ ആയിരിക്കും കൂടുന്നുണ്ടെങ്കിൽ അല്ലെ, പുറത്തോട്ട് ഞങ്ങൾ അങ്ങനെ പോവാറില്ല. ഇവള് വരാണെങ്കിൽ നേരെ എന്റെ വീട്ടിലോട്ട് ഒരു നൈറ്റ് സ്റ്റേ അടിക്കും, അല്ലെങ്കിൽ പകലാണെങ്കിൽ ഇവിടെ ഉണ്ടാവും. ഞങ്ങൾ അങ്ങനെ പുറത്തോട്ട് പോക്ക് കുറവാണ്. അപ്പോ മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ ബോയ്സിനോടുള്ള ഫോട്ടോസ് ഇടാം. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാന് ഇവളുടെ കൂടെയാണോ അതോ എന്റെ വേറെ കോളേജ് മേറ്റ്സിന്റെ കൂടെയാണോ ആരുടെ കൂടെ ഞാൻ ഫോട്ടോ ഇട്ടപ്പോ എന്റെ ഒരു റിലേറ്റീവ് ഒരു ആന്റി തന്നെ എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടാണ്, ഓ നിനക്കപ്പോ ഗേൾസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നല്ലേ, അതെന്താ ഞാൻ എന്താ പെൺകുട്ടിയല്ലേ, എനിക്ക് ഗേൾസ് ഫ്രണ്ട്സ് ഉണ്ടായിക്കൂടെ, ബോയ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനത്തെ ഒക്കെ കുറെ ജഡ്ജ്മെന്റൽ ടോക്സ് ആണ് അതിന്റെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഈ ലൈഫ് ടൈമിൽ കാണാത്ത ആൾക്കാരുടെ അടുത്ത് വരെ നമ്മളെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ ആരാണ്, ഞാൻ എങ്ങനെ ഇരിക്കുന്നു പോലും അറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മളെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നിന്റെ റിലേറ്റീവ്സ് എങ്ങനെയാണോ മോള്? അല്ലല്ല അല്ല എനിക്ക് അങ്ങനത്തെ കുറെ നല്ലവരായ റിലേറ്റീവ്സ് ഉള്ളുണ്ട്. താങ്ക് യു നന്ദിയുണ്ട് എല്ലാത്തിനും. നന്ദിയുണ്ട് എല്ലാത്തിനും. എനിക്ക് സന്തോഷമുണ്ട്. നിനക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല? നിന്റെ അമ്മ പറഞ്ഞിട്ടൊന്നും ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിനൊന്നും? കുറവാണ്. പണ്ട് ഞാൻ ആരടുത്തും മുഖത്ത് നോക്കില്ല, അല്ലെങ്കിൽ മിണ്ടില്ല, ചിരിക്കില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് ഒരു പ്ലസ് വൺ കഴിഞ്ഞ ഒരു പ്ലസ് ടു തുടങ്ങിയ സമയത്തേക്കും ഞാൻ നല്ല ടോക്കറ്റീവ്, നല്ല രീതിക്ക് ഹോസ്റ്റലിൽ നിന്നിരുന്നേ, അങ്ങനെ നല്ല രീതിക്ക് ടോക്കറ്റീവ് ആയിപ്പോയി. അപ്പൊ അമ്മ വരെ പറയും ഒന്ന് കുറച്ചേരം മിണ്ടാതിരിക്കും, അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അതെ, ഞാൻ എല്ലാവരുടെ അടുത്ത് നല്ല രീതിക്ക് സംസാരിക്കും, നല്ല പോലെ ഇടപെടും. അതുകൊണ്ട് എന്നെ കുറിച്ച് അങ്ങനെ കുറ്റങ്ങൾ എനിക്ക് എന്റെ കേട്ടറിവിലില്ല. പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. എനിക്ക് തോന്നുന്നത്, ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര നന്നായിട്ട് നടന്നാലും എത്ര ഇതാണെങ്കിലും നമ്മുടെ ബാക്കിൽ സംസാരിക്കുന്നവർ ഇഷ്ടം പോലെ ആയിരിക്കും. നമ്മുടെ ചെവിയിലോട്ട് അത് എത്താൻ ലേറ്റ് ആവുന്ന, അല്ലെങ്കിൽ ഉള്ളൂ അങ്ങനെ സംസാരിക്കുന്ന ഒരുപാട്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ മെയിനായിട്ട് പാരവെപ്പൊക്കെ കിട്ടിയിട്ടുള്ളത് എന്റെ പെണ്ണുങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ദാറ്റ് മീൻസ് പെണ്ണിന്റെ ശത്രു പെണ്ണ് തന്നെയാണെന്നൊക്കെ പറയില്ലേ, അത് ഒരു കണക്ക് വരെ സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എന്നെ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ എനിക്ക് 1 വയസ്സായപ്പോഴേക്കും അമ്മ പ്രഗ്നന്റ് ആയി. ഞാനും അനിയത്തി തമ്മിൽ 1.5 വയസ്സ് ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ 1 വയസ്സിന് മുന്നേ എന്നെ അമ്മയുടെ അടുത്തുനിന്ന് മാറ്റി. അപ്പം എന്നെ വളർത്തിയതെല്ലാം എന്റെ അമ്മാമ്മ, അമ്മായിമാര്, വല്യമ്മമാര് എല്ലാരും കൂടിയിട്ട്. അപ്പൊ എല്ലാവരുടെയും ചെല്ലക്കുട്ടിയാ ഞാൻ, എല്ലാവരുടെയും. അപ്പൊ അതുകൊണ്ടാണോന്ന് അറിഞ്ഞൂടാ, എല്ലാവർക്കും ഇപ്പോഴും അതെ ഭയങ്കര കാര്യം. അതെ അതെ, എന്നെ കാണുമ്പോഴത്തേക്കും എല്ലാരും ഓടി വരും, സംസാരിക്കും. എന്നാൽ ആരുടെ അടുത്തും ഇതേവരെ ഞാനൊരു കുറ്റമോ ആരും പറഞ്ഞതായിട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഞാൻ അറിയും. സാധാരണ എല്ലാരും അങ്ങനെ തന്നെയാണല്ലോ, എങ്ങനെയെങ്കിലും ഒക്കെ അറിയും. പക്ഷെ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തില് ഞങ്ങളുടെ രണ്ടുപേരുടെ വീട്ടുകാരും ഓക്കെയാണ്. ഇപ്പൊ ഞാൻ സ്ലിം ബ്യൂട്ടി ആണെങ്കിൽ എന്റെ അമ്മ ഞാൻ ഏത് ഡ്രസ് ഇട്ടാലും അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ്ലെസ് ഒഴിച്ച് ബാക്കി എല്ലാം എന്തുടാ ഷോർട്ട് ടോപ്പ് ആയാലും എല്ലാം എന്ത് വേണമെങ്കിലും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞങ്ങളുടെ ഇപ്പൊ നൈബേഴ്സില് ഏത് വീട്ടുകാരാണെന്ന് ഞാൻ പറയണില്ല, ഞാൻ വീട്ടില് ഭയങ്കര ഇറക്കം കുറഞ്ഞ ഷോർട്സ് ആണ് ഇടാറ്. അപ്പൊ എന്റെ നൈബേഴ്സില് അതിൽ ഒരു വീട്ടിലെ ആൾക്കാര് ആദ്യമൊക്കെ ഭയങ്കര കണ്ടില്ലേ ഇവളെ എന്ത് ഡ്രസ് ഇട്ട് നടക്കണം, വീട്ടിൽ നിൽക്കുമ്പോ മുത്തിട്ടാണോ മുറ്റത്തേക്കൊക്കെ ഇറങ്ങുന്നത്, എന്റെ വീടിന്റെ മുറ്റത്തിട്ട് ഞാൻ പിന്നെ അതിന് വേണ്ടി പാർട്ടി വെയർ എടുത്തിടണം, വേറെ ഡ്രസ് എടുത്തിടണം വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. എനിക്ക് മനസ്സിലാവണില്ല ഗൈസ്. അപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പൊ അവരുടെ കുട്ടികൾ ഇടുന്നത് സെയിം തന്നെയാണ് ഗൈസ്.
സെയിം ഷോർട്സ് സ്ലീവ്ലെസ് ടീഷർട്സ് ഒക്കെയാണ് അവർ വീട്ടിലിടുന്നത്, പുറത്തോട്ട് പോകുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. സോ ജനറേഷൻസ് മാറുന്നതിനനുസരിച്ചിട്ട് മാറും. സോ നമ്മുടെ മക്കൾ ഒരിക്കലും ഇങ്ങനെ ആവില്ല എന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജഡ്ജ് ചെയ്യരുത്. സ്വന്തം മക്കള് ആദ്യം നന്നാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന്, പാരന്റ്സിന്റെ ഇഷ്ടത്തിനാണോ സ്വന്തം മക്കൾ നടക്കണേന്ന് നോക്കിയിട്ട് വേണം മറ്റുള്ളവരുടെ മക്കളെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ജഡ്ജ് ചെയ്യാനും. അല്ലെങ്കിൽ അങ്ങനെ നടന്നത് മറ്റുള്ളവരുടെ മക്കളെ കുറ്റം പറയാൻ പോകുമ്പോ നമുക്കും മക്കള് വളർന്നു വരുന്നുണ്ടെന്ന് എന്ന് നോക്കണം. അതെ, നമ്മുടെ മക്കള് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം. അവരിനി അവരൊക്കെ ചിലപ്പോ ഞങ്ങളെക്കാട്ടും എക്സ്ട്രീം ലെവലിലേക്ക് അതെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരാളെ ഇപ്പൊ ഡ്രസ്സിങ്ങിന്റെ പേരിൽ ജഡ്ജ് ചെയ്യില്ലേ, ലൈക്ക് ഇവളിപ്പോ ഇങ്ങനത്തെ ഡ്രസ്സസ് ആണ് ഇടുന്നത്, ഇവള് ഫുള്ള് പോക്ക് പോയി എന്നുള്ള രീതിയിലേക്ക് വരുന്നത് ഭയങ്കര എന്താ പറയാ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഗേൾസിന് റിലേറ്റഡ് വരുന്ന ടോപ്പിക്കാണ് മേക്കപ്പ്. നമ്മൾ റെഗുലർ ബേസിസിൽ മേക്കപ്പ് ഇടാറുണ്ടോ? ഇല്ല ഇല്ല. ഞങ്ങളുടെ മേക്കപ്പ് ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന കോലം കണ്ടാണ്ട് അയ്യോ പട്ടിക്കഞ്ഞാലോ കുടിക്കില്ല. പക്ഷെ ഞങ്ങളുടെ മേക്കപ്പ് എന്ന് പറയുന്നത് മാക്സിമം പോയ ഒരു ലിപ്സ്റ്റിക് ആൻഡ് മസ്കാര, അതാണ് നമ്മുടെ റെഗുലർ ബേസിസിൽ നമ്മൾ പുറത്ത് പോവാണെങ്കിൽ വരുന്ന മേക്കപ്പ്. അതർവൈസ് നമ്മള് മേക്കപ്പ് അല്ലാതെ നമ്മള് പിന്നെ ഒക്കേഷണലി കല്യാണങ്ങള് അങ്ങനത്തെ പരിപാടികളൊക്കെ പോകുമ്പോ നമ്മള് മേക്കപ്പ് ഇടാറുണ്ട്. നമ്മൾ ഒട്ടും മേക്കപ്പ് ഇടാത്ത നാച്ചുറൽ സ്കിന്നാണ്. സായി പല്ലവിയാണെന്ന് ഞങ്ങള് പറയുന്നില്ല. ഞങ്ങള് മേക്കപ്പ് ഇടും ഒക്കേഷണലി. ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോ ഞങ്ങള് മേക്കപ്പ്സ് ഇടാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെണ്ണിന്റെ ശത്രു പെണ്ണ് തന്നെയാണ്. ബിക്കോസ് ഞാൻ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലത്ത്, ഏത് സ്ഥലമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് എന്നെ കുറിച്ച് കേൾക്കാത്ത ഗോസിപ്സ് ഇല്ല ഗൈസ്, സീരിയസ്ലി. ഈവൻ എന്നെ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് എന്റെ ഓണർ കുറച്ച് ഏജ്ഡ് ആയിരുന്നു. ബട്ട് ഞാനും ഓണറും പിന്നെ ഞങ്ങളുടെ GM-ഉം പിന്നെ അവിടുത്തെ സ്റ്റാഫ് കുറച്ച് പേരൊക്കെ ആയിട്ട് ഞാൻ ക്ലോസ് ആയിരുന്നു. പക്ഷെ അതിൽ കുറച്ച് ലേഡി സ്റ്റാഫ്സ് ഉണ്ട്. എസ്പെഷ്യലി ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ഞാൻ പറയാം ഗൈസ്, ഇമ്മാതിരി വൃത്തികെട്ടൊരു ഫീൽഡ് ഇല്ല. സീരിയസ്ലി ഇതുപോലെ ഗോസിപ്സ് അടിച്ചിറക്കുന്ന ഒരു ഫീൽഡ് വേറെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. സത്യമായിട്ടും അത്രയധികം കഥകൾ അടിച്ചെടുക്കും. അതിൽ എനിക്ക് കേൾക്കണം, ആൾക്ക് ഏകദേശം എന്റെ അപ്പന്റെ പ്രായം ഉണ്ടാവില്ലേ, എന്റെ അപ്പനെക്കാട്ടിലും കുറച്ച് വയസ്സിന് വേണമെങ്കിൽ താഴെ ആയിരിക്കും, 3-4 വയസ്സിന് താഴെ ഇരിക്കും. ആളെ വരെ ചേർത്തിട്ട് ഞാനും ആളും തമ്മിൽ റിലേഷനിലാണ്. ആളുടെ ഓഫീസ് റൂം കണ്ടിട്ടില്ലേ? ആളുടെ ഓഫീസ് റൂമിൽ ഞങ്ങൾ ഒരു ദിവസം വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോ കുറച്ച് ലേറ്റ് ആയി, അറൗണ്ട് 11:30 ഒക്കെ. അന്ന് അവനുണ്ട്, എന്റെ GM ഉണ്ടായിരുന്നില്ല. അപ്പോ എനിക്കും ആൾക്കും മാത്രമായിട്ട് എന്താണ് ഓഫീസ് റൂമിൽ പരിപാടി, ആ ടോക്ക് മൊത്തം പരന്നു. ഞങ്ങൾ വേറെ പരിപാടി ആയിരുന്നു ആ റൂമിൽ നിന്ന്. പിന്നെ എന്റെ GM-ഓ ഞാനായിട്ട് വേറെ വൃത്തിയായിട്ട പരിപാടിയാണ്. അപ്പൊ അവരെ കാണാൻ കുറച്ച് കൊള്ളാലോ. അത് കാരണം അമ്മ ഗോസിപ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, എനിക്ക് അവനായിട്ട് പറഞ്ഞോണ്ട് എനിക്ക് പ്രശ്നമില്ലടാ, ഇത്ര ഏജ് ഡിഫറൻസ് ഉള്ളു. പക്ഷെ എന്റെ അപ്പന്റെ പ്രായം കൊണ്ട് എന്റെ ഓണർക്ക് ആളെ വരെ ചേർത്തിട്ട് വൃത്തികെട്ട കഥകൾ പറഞ്ഞുണ്ടാക്കുന്നത് നമ്മൾ സ്വന്തം ചെയ്തുകൊണ്ടിരുന്ന് കേൾക്കുമ്പോ എങ്ങനെ ഉണ്ടാകും? അതെ, അപ്പൊ അത്രയും വൃത്തിയായിട്ട് രീതിയിലുള്ള കഥകളൊക്കെ. അത് ശരിക്കും അവരൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ കമ്പനി ആയി കഴിഞ്ഞാലേ അറിയുള്ളൂ നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത്, എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. അത് ഒന്നുമില്ല, വെറുതെ അതെ, ഇപ്പൊ ഞാൻ പോയിട്ടുണ്ടോ ഉള്ള കൂടെ 3-4 തവണ പോയിട്ടുണ്ട്. ഞങ്ങള് രാവിലെ തൊട്ട് രാത്രി വരെ അവിടെ കിടന്ന് കറങ്ങി നടന്നിട്ട് ഇവരുടെ കൂടെ തന്നെ ഫുൾ ടൈം കറങ്ങാൻ. എന്റെ ഓണറുടെയും GM, ഞാന് എന്റെ ഓണർ GM-ഉം ആളും ഇത്രയും പേരും കൊണ്ട് നമ്മള് ഓൾമോസ്റ്റ് നൈറ്റ് കുറെ നേരം വരെ നമ്മൾ വണ്ടി എടുത്ത് കറങ്ങി നടക്കും, ഫുഡ് അടിക്കാൻ പോവും, അവിടെ പിടിക്കൊക്കെ നടക്കും. ഇവളൊരു 3-4 തവണ എന്റെ അവിടെ ഹോസ്റ്റലിൽ വന്നിട്ട് നിന്നിട്ടുണ്ട്. ബട്ട് അവിടെ എന്താണ് നടക്കണെന്നുള്ളത് ആർക്കും എന്താ പറയാ എനിക്കറിയില്ല. അവിടെ ആ കഥകൾ അടിച്ചിറക്കുന്നത് ഗേൾസ് ആണ്. സീരിയസ്ലി അവിടുത്തെ പെൺപിള്ളേര് കുറച്ച് പേരില്ലേ, അവർക്ക് അസൂയ കൊണ്ടാണ്, മേ ബി അസൂയ ആയിരിക്കാം. സീരിയസ്ലി അവരങ്ങനെ അത്രയും അറ്റാച്ച്ഡ് അല്ലല്ലോ. എന്താ പറയാ, ഇവൾക്ക് മാത്രം കുറെ കൺസിഡറേഷൻ ഒക്കെ കൊടുക്കുമ്പോ ചിലപ്പോ അതിന്റെ ആയിരിക്കാം ഒരു ഫ്രീഡം കൊടുക്കും. ഇവൾക്ക് അതിന്റേതായ ഇവളുടെ പോസ്റ്റ് അതാണ്. അതെ, ഞാന് ഓണറിന്റെ അവര് സ്റ്റാഫ് എന്ന് പറയുമ്പോ സ്റ്റാഫ്സിനും ഓണേഴ്സിനും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം ഒരു സീനിയർ മാനേജർ ഓണറും തമ്മിൽ കുറച്ചുകൂടി ഗ്യാപ്പ് കുറവായിരിക്കും. ഫ്രീഡം ഉണ്ടാവും അവരിനായിട്ട്, കുറച്ചുകൂടി സംസാരിക്കുന്നത് അവരിനായിട്ടായിരിക്കും. സോ അങ്ങനെ വെച്ച് ബട്ട് സ്റ്റിൽ ആള് സ്റ്റാഫ്സിനായിട്ട് ഭയങ്കര കമ്പനിയാണിടാ. ബട്ട് എന്നാലും ബാക്കി ആഫ്റ്റർ വർക്ക് അവരായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ഓണറും സ്റ്റാഫ്സും കൂടെ എങ്ങനെയാണ് ആഫ്റ്റർ വർക്കിംഗ് അവേഴ്സ് ഇങ്ങനെ കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? അത് പോസിബിൾ അല്ല. ബട്ട് സ്റ്റിൽ മാനേജേഴ്സ് ആൻഡ് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അവിടെ വർക്കിന് കയറാട്ട് മുന്നേ തന്നെ കമ്പനിയായിട്ട്
നിന്നിട്ടുള്ളതാണ്. ആ വർക്കിന് ഞാൻ അവിടെ നിർത്തിയിട്ടപ്പോ ഈ ജൂലൈക്ക് 1 വർഷം. സ്റ്റിൽ ഞാൻ അതിനുശേഷം ഒരുപാട് തവണ അവിടേക്ക് പോയിട്ടുണ്ട്. ഒരുപാട് തവണ നമ്മൾ കറങ്ങാനൊക്കെ പോയിട്ടുണ്ട് അവിടെ ചെന്നിട്ട്. ഞാൻ എന്റെ ഫ്രണ്ട്സിനും കൂട്ടി പോകാറുണ്ട് മിക്ക സമയത്തും പോകുമ്പോഴും. അവരായിട്ടും കംഫർട്ടബിൾ ആണ്. സോ ടോക്ക് വരുമ്പോ വൃത്തിയുടെ ടോക്സ്. അതും എനിക്ക് ഏറ്റവും വിഷമം ബോയ്സ് അല്ല ഇതിനെ കുറിച്ച് പറയുന്നത്, ഗേൾസ് ആണ്. ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നത് ഗേൾസ് ആണ്. അതാണ് എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എനിവേസ്, അപ്പൊ നമ്മളിത് സംസാരിച്ച് ഒരുപാട് നേരമായി. എനിക്കറിയാം 1 മണിക്കൂറോളായിട്ടുണ്ടാവും ഈ വീഡിയോ. ഇനി ഗേളി ടോക്കിന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം. അപ്പൊ ഈ വീഡിയോ ഫുൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം. വീഡിയോ ഫുൾ ലെങ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വളരെ ഇഷ്ടപ്പെടും. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ചിറ്റ് ചാറ്റ് വീഡിയോ? നൈസ് അല്ലേ? കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബട്ട് എന്നാലും ഒന്ന് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു രസമുള്ള കാര്യമല്ലേ? ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഇതുപോലത്തെ കുറച്ചുള്ള ഫ്രണ്ട്സിനെ, അതായത് ഗോസിപ്പ് പറയുന്ന ഫ്രണ്ട്സിനെ, ഇതുപോലെ കുശുമ്പ് പറയുന്ന ഫ്രണ്ട്സിനെ ഇങ്ങനെ ഒന്ന് ആവരുന്നോട്ട് അയച്ചു കൊടുക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്ലോസ് ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അമ്മമാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ലൈക്ക് അവരും കുറച്ചും കൂടി കേളി ടോക്സ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പെങ്ങന്മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഗേൾസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ, ലവ് യു ഓൾ, ഗുഡ് നൈറ്റ്.